വഫാത്തിനോടടുത്ത സമയത്തും അവിടുത്തെ താടിയിൽ 20ഓളം രോമങ്ങൾ മാത്രമാണ് വെളുത്ത രോമങ്ങൾ ഉള്ളത്. ചില രോമങ്ങൾ ചുവന്ന് കണ്ടിരുന്നു. അത് സുഗന്ധം ഉപയോഗിച്ച് അതിന്റെ പേരിലുള്ള ചുവപ്പായി കണ്ടതാണ്. എന്നാ സഹോദരന്മാരെ, അവിടുത്തെ ശരീരം തന്നെ വല്ലാത്ത നൂറ് പ്രകാശം മുഖത്ത് നിന്ന് തിളങ്ങുന്ന. ചില സഹാബികൾ പറഞ്ഞു സൂര്യനുണ്ടോ കറങ്ങുന്നു എന്ന് തോന്നും. ചിലര് പറഞ്ഞു ചന്ദ്രനാണെന്ന് തോന്നും, പൂർണ്ണചന്ദ്രനാണെന്ന് തോന്നും. ചിലര് പറഞ്ഞു സംസാരിക്കുമ്പോൾ പ്രകാശം നാവിലൂടെ വരുന്നതായി അനുഭവപ്പെടും. അങ്ങനെയുള്ളൊരു വല്ലാത്ത ശാരീരിക പ്രകൃതിയാണ്. എന്നാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന് തന്നെ എന്തൊരു സുഗന്ധമാണ്. സഹാബത്ത് വിവരിക്കുന്നു, 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ സമീംതു അംബറൻ ഖത്തു വലാ മിസ്കൻ വലാ ശൈഅൻ അത്യബ മിൻ ദീഹി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തെക്കാൾ നല്ല ഒരു അംബറോ ഒരു കസ്തൂരിയോ ഒരു സുഗന്ധവും ഒരത്തറും അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ മണത്തിനേക്കാൾ സുഗന്ധത്തെക്കാൾ നല്ലതായി ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വാസനിച്ചിട്ടില്ല. വലാ മസസ്തു ശൈഅൻ ഖത്തു ദീബാജൻ വലാ ഹരീറൻ അൽയന മസ്സം മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പട്ടും അതുപോലെ എത്ര ഉയർന്ന പട്ടുകളും ഞാൻ തൊട്ടു നോക്കിയിട്ടില്ല. അതിനേക്കാളൊക്കെ എത്രയോ മൃദുലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം. ആ ശരീരം അതേ വലാ മസസ്തു ദീബാജതൻ വലാ ഹരീറതൻ അൽയന മിൻ ഗഫി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ കൈക്ക് എന്തൊരു മാർദ്ദവമാണ്. അതേ ഒരു പട്ടിനും അതുപോലെ കാണാൻ സാധ്യമല്ല. എന്നിട്ട് വീണ്ടും പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന അറഖുൽ ലുലു. അവിടുത്തെ വിയർപ്പ് ഇങ്ങനെ ഉറ്റി വീഴുമ്പോ മുത്തുമണികളാണെന്ന് തോന്നും. സുബ്ഹാനല്ലാഹ്, എന്തൊരു നല്ല മണമാണ്. പിന്നെയും നിങ്ങൾക്ക് കാണാം പല മഹാന്മാരും അത് പറഞ്ഞു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം. ജാബിർ ഇബ്നു സംറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു ദിവസം ളുഹ്ർ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിർവഹിച്ചു. ഞാൻ അതിനുശേഷം എന്റെ ഭാര്യയുടെ സമീപത്തേക്ക് എന്റെ വീട്ടിലേക്ക് ചെന്നു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞാനൊരു ദിവസം നിസ്കാരം നിർവഹിച്ചു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരും കുട്ടികളുമുള്ള സ്ഥലത്തേക്ക് അങ്ങോട്ട് ചെന്നു. ഞാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അങ്ങോട്ട് ചെന്നപ്പോൾ കുട്ടികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഓടിയിങ്ങടുത്തു. അല്ലാഹുവിന്റെ റസൂൽ ആ ചെറിയ മക്കളെ എടുത്ത് ചുംബിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറിയ മക്കളുടെ കവിൾത്തടത്തിൽ ഇങ്ങനെ തടവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഞാനും അവിടെ നിന്നു. എന്റെ അടുക്കൽ വന്ന് എന്റെ കവിൾത്തടം അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് തടകി. ഫവജത്തു ലിയദിഹി ബർദൻ വരീഹൻ കഅന്നമാ ഖറജഹ മിൻ ജൂനതി അത്താർ. അവിടുത്തെ കൈകൊണ്ട് എന്റെ മുഖമൊന്ന് തടകിയപ്പോൾ ആ കൈക്കെന്തൊരു തണുപ്പാണ്, എന്തൊരു സുഗന്ധമാണ്. അത്തറുള്ള കുപ്പിയിൽ നിന്ന് കൈയെടുത്തതുപോലെ അവിടുത്തെ കൈക്കെന്തൊരു സുഗന്ധമാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരവുമായി ബന്ധപ്പെട്ടതെല്ലാം അത്ഭുതം തന്നെ, ഏറ്റവും ഉയർന്നത് തന്നെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് ഇങ്ങ് വന്നിട്ട് അവിടെ കിടന്നു. എന്റെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ ഒരു കുപ്പിയും കൊണ്ടാ വരുന്നത്. ആ കുപ്പിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വിയർപ്പ് ഇങ്ങനെ ഉറ്റി വീഴുമ്പോ അതിങ്ങനെ കിടന്നുറങ്ങുമ്പോ വിയർപ്പ് ഇങ്ങനെ
ഇങ്ങനെ അതാ ഉറ്റി വീഴുന്നുണ്ട്. ആ വിയർപ്പ് മുത്തുമണികളെ പോലെയുണ്ട്. അതെന്റെ ഉമ്മ കുപ്പിയിലാക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്ത് പോകാനും എടുക്കാനും ഒക്കെ അർഹതയുള്ള പെണ്ണാണ് ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹാ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ വിയർപ്പ് ഉമ്മ കുപ്പിയിലാക്കിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉറക്കം തെളിഞ്ഞു. ഉറക്കം തെളിഞ്ഞപ്പോ ചോദിച്ചു, യാ ഉമ്മു സുലൈം മാ ഹാദല്ലദീ തുസ്നഈന, എന്താ ഉമ്മു സുലൈം നീ എടുക്കുന്ന പണി? ഉടനെ തന്നെ മഹദി പറഞ്ഞു, ഹാദാ റബ്ബുക നജഅലുഹു ഫീ തീബിനാ വഹുവ മിൻ അത്യ്യബി തീബ്. നബിയേ, ഇത് തങ്ങളെ വിയർപ്പാണ്, അത് ഞങ്ങൾ ശേഖരിക്കുകയാണ്. കാരണം അത്ര നല്ല സുഗന്ധമുള്ള ഒരത്തറും ഒരു കസ്തൂരിയും ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, നർജു ബറക്കത്തഹു ലിസ്ബിയാനിനാ, തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഉറ്റി വീഴുന്ന വിയർപ്പ്, അതിന്റെ ബർക്കത്ത് ഞങ്ങളെ മക്കൾക്ക് തൊട്ടുപുരട്ടി കൊടുത്തിട്ട് കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നബിയേ. സഹാബിയത്തായ വനിത ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹാ മറുപടി പറയുകയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, വല്ലാത്ത സുഗന്ധം അവിടുത്തെ വിയർപ്പിന്, അവിടുത്തെ ശരീരത്തിന്. സഹോദരന്മാർ, ഒരു 3 സ്വലാത്ത് അല്ലാഹുവിന്റെ റസൂൽ പേരിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ടില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. സഹോദരന്മാരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട ഉത്ബ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർക്ക് 4 ഭാര്യമാരുണ്ടായിരുന്നു. ആ ഭാര്യമാര്, ഓരോ ഭാര്യമാരും ഏറ്റവും നല്ല സുഗന്ധം പൂശും. കാരണം ഭർത്താവ് വരുമ്പോ ഏറ്റവും നല്ല സുഗന്ധം എന്നെയായിരിക്കണമെന്ന മത്സരമാണ്. ആര്? ഭാര്യമാര് തമ്മിൽ മത്സരമാണ്. ഉത്ബ റളിയല്ലാഹു അൻഹുവിന്റെ അനുഭവമാണ്. ഓരോ ഭാര്യയും ഏറ്റവും നല്ല അത്തർ പൂശും. ഞാൻ എന്റെ വയൽ കേൾക്കുന്ന സഹോദരിമാരോട് പറയട്ടെ, നിങ്ങൾ ഒറ്റ മാത്രമേ ഉള്ളുവെങ്കിലും ഭർത്താവിനെ പരിഗണിച്ച് അത്തർ പൂശണം. ഇപ്പൊ നമ്മളെ പല സഹോദരിമാരുടെയും പതിവ്, ഭർത്താവില്ലാത്ത സ്ഥലത്തേക്ക് കല്യാണത്തിന് പോകുമ്പോ, അതുപോലെ മറ്റു കൂട്ടലിന് പോകുമ്പോ, കടിക്കലിന് പോകുമ്പോ സുബ്ഹാനല്ലാഹ് നല്ല അത്തറും പുരട്ടി പോകും. അത് പാടില്ലെന്നാണ് നിയമം. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ സ്ത്രീകൾ അത്തർ പുരട്ടരുത്. അതേ സമയത്ത് അവർ അത്തർ പുരട്ടേണ്ടത് എവിടെയാണ്? ഭർത്താവിന്റെ മുന്നിലാണ് അത്തർ പുരട്ടേണ്ടത്. പക്ഷേ ഞാൻ എന്റെ സഹോദരിമാരോട് വിനയത്തോടെ പറയട്ടെ, പലപ്പോഴും പല ചെറുപ്പക്കാരും സ്വന്തം ഭാര്യയെ വിട്ട് അന്യ സ്ത്രീകളുടെ പിന്നാലെ ചിന്തിച്ചു പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം തന്നെ ഭാര്യമാരുടെ പിടിപ്പുകേടാണ്, ഭാര്യമാരുടെ വിവരക്കേടാണ്. കാരണം ഭർത്താവ് കയറി വരുമ്പോ ഇവള് ഒരു നാറുന്ന മുണ്ട് കൊടുത്ത്, അതുപോലെ തന്നെ ഒരു കുപ്പായോട്ട് എന്റെ പശുവിന്റെ കയറും പിടിച്ച് ചാണകവും പെരണ്ടിട്ട് വരുന്നുണ്ടാവും ഭർത്താവ് കയറിയത്. അല്ലെങ്കിൽ അടുക്കളയിൽ നിന്നുള്ള എല്ലാ വിയർപ്പും ആയി എന്റെ ആ വിയർപ്പോട് കൂടി ഭർത്താവിന്റെ അടുത്ത് കയറി വരും. ഇറങ്ങിപ്പോകുമ്പോ നല്ല നന്നായി കുളിച്ച് ഷർട്ടും കൊണ്ടൊക്കെ ഏറ്റവും ഭംഗിയുള്ളത് നോക്കി എടുത്തിട്ട് എന്നിട്ട് നല്ല അത്രം പറ്റിപ്പോവും. എന്ത് തോന്നിയാസോന്നാ ഇതിന്റെ പേര്? അറിവില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. സഹാബിയത്തായ സ്ത്രീകൾ ചെയ്ത പോലെയാ ചെയ്യേണ്ടത്. എങ്ങനെ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ അത്ര വരട്ടരുത്. വീട്ടിൽ നിന്ന് അത്യാവശ്യത്തിനെ പോവുക തന്നെ ചെയ്യാവൂ. ആ പോകുന്ന സമയത്ത് അത്ര വരട്ടരുത്. ആ സമയത്ത് കുറെ സ്പ്രേയും അടിച്ചിട്ട് കല്യാണ വീട്ടിലേക്ക് പോയി എന്നിട്ട് കാണുന്ന ആണുങ്ങൾ മുഴുവനും ഒരു പെണ്ണങ്ങ് പോകുമ്പോഴേക്ക് അവരെ മൂക്കിൽ നിറയെ ഈ അന്യപെണ്ണിന്റെ മണം. എന്തൊരു തോന്നിവാസമാണിത്! അത്തരം സ്ഥലത്തേക്ക് വലിയ മൂല്യമാരി ആലിമീങ്ങളും തങ്ങന്മാരെ കഥവും ക്ഷണിച്ചിട്ടുണ്ടാവും. ചെന്നിട്ടില്ലെങ്കിൽ കല്യാണ പെറുക്കാന്റെ ഭയങ്കര പ്രതിഷേധമായിരിക്കും. വന്നില്ല. സുബ്ഹാനല്ലാഹ്. ഞാനിപ്പോഴതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. മുമ്പ് കാലത്തൊക്കെ വലിയ ഹയാവും വലിയ മറയും നമ്മുടെ സഹോദരിമാർക്കുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും കാണുന്നില്ല. പച്ചയായിട്ട് കല്യാണ വീട്ടിൽ മുന്നിലെ പന്തല് ആണുങ്ങളെ കൂടെ പെണ്ണുങ്ങൾ, കോലായി തന്നെ പെണ്ണുങ്ങൾ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. പെണ്ണുങ്ങൾക്കൊന്ന് വീട്ടിന്റെ ഉള്ളിൽ മറഞ്ഞിരുന്നുകൂടെ?
കല്യാണ വീട്ടിലൊക്കെ പരസ്യമായിട്ട് അങ്ങനെയായി മാറിയില്ലേ ആഖിർ സമാൻ എന്ന് പറയാനല്ലാതെ ആരോട് പറയാനാണിത്? സുബ്ഹാനല്ലാഹ്. ഇദാ കാന ഉമറാഉക്കും ശിറാറക്കും വഅഗ്നിയാഉക്കും ബുഖലാഅക്കും വഉബൂറുക്കും ഇലാ നിസായിക്കും ഫബത്നുൽ അർദി ഖൈറും മിൻ ളഹ്രിഹാ. നിങ്ങൾക്ക് ദുനിയാവിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ബത്നുൽ അർദി, ഭൂമിന്റെ ഉള്ളിൽ ഖബറിൽ ജീവിക്കുന്നതാ ജനങ്ങളെ. 3 കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒന്നെന്താണ്? നിങ്ങളെ നേതാക്കന്മാര് നാശകാരികളാവുക. നേതാക്കന്മാരല്ലേ നന്നാകേണ്ടത്? ഏത് നാട്ടിലെയും നേതാക്കന്മാരല്ലേ നന്നാകേണ്ടത്? നേതാക്കളല്ലേ തെറ്റിനെതിരെ പ്രതികരിക്കേണ്ടത്? നേതാക്കളല്ലേ തെറ്റായ ആശയങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ടത്? നേതാക്കന്മാർക്ക് എന്തായാലും തിരക്കേടില്ല എന്നൊരു രൂപം ഓരോ രാജ്യത്തെയും നേതാക്കന്മാർക്കായി കഴിഞ്ഞാൽ പിന്നെയുണ്ടോ ഒരു രാജ്യം നല്ല നിലക്ക് നീങ്ങുന്നു? പിന്നെയുണ്ടോ സമൂഹം നല്ല നിലക്ക് നീങ്ങുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളെ നേതാക്കന്മാര് നാശകാരികളായാൽ അതുപോലെ തന്നെ അതാ നിങ്ങളെ കൂട്ടത്തിലുള്ള പണക്കാര്, ഐശ്വര്യമുള്ളവര് ബഖീലന്മാരായാൽ, കഴിവുള്ളവര് കൊടുക്കുന്നില്ല. കൊടുക്കണം, കഴിവുണ്ടായിക്കോട്ടെ, നല്ലതാ. നമ്മൾ ഈ അടുത്ത് മരിച്ചുപോയ കടോൽ കുഞ്ഞബ്ദുൽ ഹാജി, അദ്ദേഹത്തിന് ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. നിങ്ങൾ ആരോടും അയാളെ സംബന്ധിച്ച് ചോദിച്ചു നോക്കുക. അയാൾ വലിയ പണക്കാരനാണ്. പക്ഷേ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഏതെങ്കിലും ഒരു ആവശ്യത്തിനും പണപ്പിരിവിന് പോയ ഏതെങ്കിലും ആളുകളോട് ചോദിച്ചു നോക്കുക, എല്ലാവരും പറയും അദ്ദേഹത്തിന് കഴിയും പോലെ, അയാളെ കൊണ്ട് കഴിയും പോലെ അദ്ദേഹം കൊടുക്കും. അതെന്താണ്? കൊടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നത്, വെറുതെ പറയല്ല. അതേ സമയത്ത് അതിനേക്കാളൊക്കെ വലിയ പണക്കാര് വേറെ ഒരുപാടുണ്ട് സഹോദരാ. പക്ഷേ കൊടുക്കാനുള്ള മനസ്സ് വേണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു കഴിവുമില്ലാത്ത പാവപ്പെട്ട അറബികള്, ഒരു കഴിവുമില്ലാത്ത പാവപ്പെട്ട അറബികള്, അവർക്ക് എന്തെങ്കിലും പെൻഷൻ കിട്ടിയാൽ, അതുപോലെ എന്തെങ്കിലും ഒന്ന് അവർ ജോലി പിരിയുന്ന സമയത്ത് കിട്ടിയാൽ അത് സൂക്ഷിച്ചു വെച്ചിട്ട് അവരുടെ രാജ്യത്തൊരു പള്ളി നിർമ്മിക്കാൻ അത് മതിയാവൂല എന്ന് കാണുമ്പോ അതേതെങ്കിലും ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ഏതെങ്കിലും പാവപ്പെട്ടവരുള്ള സ്ഥലത്തൊരു പള്ളി നിർമ്മിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗത്തിന് വേണ്ടി എനിക്കൊരു വീട് നിർമ്മിക്കണമെന്ന് അവർ ചിന്തിക്കുകയാണ്. അതുപോലെ ആ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് പേപ്പറിൽ പേര് വരാനല്ല, ആളറിയാനല്ല, കുടുംബാരും നാട്ടുകാരറിയാനല്ല, ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് ഒരു മദ്രസ നിർമ്മിച്ചു കൊടുത്തിട്ട് അതെനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടണമെന്ന് അവർ ആശിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളെ നാടുകളിലുള്ള മുതലാളിമാർ അള്ളാഹു തആല അവർക്ക് കൊടുത്തത് അള്ളാഹുവിന്റെ വജഹിനെ കരുതി ശരിക്കവര് കൊടുക്കുന്നുവെങ്കിൽ നാട്ടിൽ ദാരിദ്ര്യമുണ്ടോ? ഏതെങ്കിലും പള്ളിയുടെയും മദ്രസയുടെയും കമ്മിറ്റികൾ കടത്തിലാകുന്ന വിഷയമുണ്ടോ? കൊടുക്കാനുള്ള ചിന്തയില്ലാത്തതല്ലേ പ്രശ്നം. ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു കഅബ ശരീഫിന്റെ അടുക്കൽ വന്നിട്ട് ഒരു നീണ്ട വഅദ് പറഞ്ഞു. ആ വഅദിൽ പറഞ്ഞില്ലേ, എടോ ഇജഅലു ദിർഹമ ദിർഹമൈനി, നിങ്ങൾ നിങ്ങളെ പണങ്ങൾ 2 ഉറുപ്പികയാക്കി വെച്ചോ, ഉറുപ്പികകൾ 2 ഉറുപ്പികയാക്കി വെച്ചോ. ദിർഹമുൻ, ഒരു ദിർഹം, ഒരു ദിർഹം, അതേ നീ വെച്ചോ. ആർക്ക് വേണ്ടി? അത് നിന്റെ കുടുംബങ്ങൾക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ ഭാര്യക്ക് വേണ്ടി, നിന്റെ ഇയാലിന് വേണ്ടി നീ ഒരുക്കി വെച്ചോ. നിനക്കും കുടുംബത്തിനും ജീവിക്കാൻ ഉറുപ്പിക വെച്ചോ. വദിർഹമൻ ഖദ്ദിംഹു ലിനഫ്സിക, ഒരു ഉറുപ്പിക നിന്റെ സ്വന്തം ശരീരത്തിന് വേണ്ടി, ഖബറിലേക്ക് വേണ്ടി, മഹ്ശറയിലേക്ക് വേണ്ടി, ആഖിറത്തിന് വേണ്ടി വെച്ചോ. 10 കോടിയുണ്ടോ? 5 കോടി നിന്റെ കുടുംബത്തിനും നിനക്കും ജീവിക്കാൻ വെച്ചോ. 5 കോടി നിന്റെ സ്വർഗത്തിന് വേണ്ടി വെച്ചോ. തീരാത്ത ലോകത്തിന് വേണ്ടിയല്ലേ കൂടുതൽ വെക്കേണ്ടത്. പക്ഷെ നീ ഒരു പകുതിയെങ്കിലും നിന്റെ ആഖിറത്തിന് വേണ്ടി വെക്കൂ. പകുതി നീ നിന്റെ ദുനിയാവിന്, നിന്റെ കുടുംബത്തിനും വെക്കൂ. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ വസിയത്താണ് കേട്ടോ. സഹോദരന്മാരെ, ഇദാ കാന ഉമറാഉക്കും ഖിയാറക്കും, നിങ്ങളെ നേതാക്കന്മാര് നല്ലവരായാൽ, ഇദാ കാന ഉമറാഉക്കും ഖിയാറക്കും വഅഗ്നിയാഉക്കും സുമഹാക്കും, നിങ്ങളിലുള്ള സാമ്പത്തിക ശേഷിയുള്ളവർ നല്ലെണ്ണം കൊടുക്കുന്നവരായാൽ, വഉമൂറുക്കും ശൂറാ ബൈനക്കും, നിങ്ങളെ കാര്യങ്ങളൊക്കെ പരസ്പരം കൂടിയാലോചിച്ച് തീരുമാനിക്കുന്ന കാലമായാൽ, ഫളഹറുൽ അർളി ഖൈറും മിൻ ബത്നിഹാ, അന്ന് നിങ്ങൾക്ക് ഉപരിലോകത്ത്, ഭൂമിയുടെ ഉപരിലോകത്ത് ജീവിക്കൽ ഖൈറാണ് ജനങ്ങളെ. എന്നാ നിങ്ങളെ നേതാക്കന്മാര് നാശകാരികളായാൽ, പണക്കാര് കൊടുക്കാത്ത ബഖീലന്മാരായാൽ,
വഉമൂറുക്കും ഇലാ നിസായിക്കും, നിങ്ങളെ കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളെ ഏൽപ്പിച്ചിട്ട് പെണ്ണുങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാലമായാൽ ഫബതുൽ അർദി ഖൈറും മിൻ ദഹരിഹാ, ഭൂമിയുടെ ഉള്ളിൽ ഖബറിൽ കിടക്കുന്നതാണ് നിങ്ങൾക്ക് ഭൂമിയുടെ മേലെ കിടക്കുന്നതിനേക്കാൾ എത്രയോ ഖൈറെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖബറിൽ കിടക്കലാണ് ഖൈറെന്ന് പറഞ്ഞൊരു കാലമായി പോയില്ലേ സഹോദരന്മാരെ? അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, അള്ളാന്റെ റസൂലിനെ പ്രിയം വെക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളെ ശരീരം മറക്കാതെ ഒരു സ്ഥലത്തും ഇറങ്ങാൻ പാടില്ല. ഒരു കല്യാണത്തിന് നിങ്ങൾ സ്പ്രേയും അടിച്ചിട്ട് മറ്റുള്ള പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന ശൈലിയിൽ പങ്കെടുക്കാൻ പാടില്ല. നിങ്ങൾ അന്യപുരുഷന്മാരിലേക്ക് നോക്കാൻ പാടില്ല, അന്യപുരുഷന്മാരുമായി തൊടാൻ പാടില്ല. ഞാൻ ഒന്നുകൂടി പറയട്ടെ, കള്ളത്തരീക്കത്തിന്റെ കാലമാണിത്. ഈ അടുത്ത് എത്ര കത്താ നമുക്ക് വന്ന 140 കത്താണ് എനിക്ക് അയച്ചത് കള്ളത്തരീക്കത്തുകാർ. 140 കത്ത്. അതിൽ പറഞ്ഞ ചീത്ത എത്രയാണെന്ന് മനസ്സിലാണെങ്കിൽ എനിക്ക് സ്റ്റേജിൽ വന്ന് പറയാൻ പറ്റൂല. നിങ്ങൾ ഈ കത്ത് വായിച്ചു നോക്കി ആളോട് ചോദിച്ചാൽ മതി. എന്ത് പൊളിച്ച ചീത്തയാണെന്നറിയോ? സുബ്ഹാനല്ലാഹ്. എന്നെയും പറയുന്നുണ്ട്, എൻ്റെ ബാപ്പനെയും പറയുന്നുണ്ട്, എൻ്റെ ഉമ്മാനെയും പറയുന്നുണ്ട്. തെരീക്കത്താണ് പോലും. എന്നാൽ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? കാരണമൊന്നുമില്ല. തെരീക്കത്തിന്റെ ശൈഖാണെന്നും പറഞ്ഞിട്ട് അന്യപെണ്ണിന്റെ കൈ പിടിക്കുന്നു, അന്യപെണ്ണിന്റെ തൊള്ളയിൽ കേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നു. അത് ഞാനൊരു സ്ഥലത്തുനിന്ന് പറഞ്ഞപ്പോ പേരോട് കള്ളം പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. ഞാൻ കാസർഗോഡ് നിന്ന് പ്രസംഗിച്ചപ്പോ ഒരു പത്രത്തിൽ പറഞ്ഞു പേരോട് പച്ചക്കള്ളം പറഞ്ഞാണ്. പിറ്റേന്ന് ഞാൻ എന്ത് ചെയ്തു, അത് എൻ്റെ അടുത്ത് CD ഉണ്ട്. ഈ ആൾക്ക് ഈ കള്ള ശൈഖന്മാര്, കള്ള ശൈഖ് അന്യപെണ്ണിന്റെ തൊള്ളയിൽ ഇങ്ങനെ ബിസ്ക്കറ്റ് മുറിച്ചിട്ട് കൊടുക്കുന്നത്, കേക്ക് മുറിച്ച് വെച്ചു കൊടുക്കുന്നത്, അതിൽ കുറി തൊട്ട പെണ്ണുങ്ങളുണ്ട്, കുറി തൊടാത്ത പെണ്ണുങ്ങളുണ്ട്. ഈ ശൈഖ് ഇങ്ങനെ ഈ ബേക്കറി സാധനം മുറിച്ചു കൊടുക്കുന്നതിന്. അത് ഞാൻ പേപ്പറിൽ ചിത്രം ഫോട്ടോ അങ്ങ് അയച്ചു കൊടുത്ത് ഒരു പേപ്പറുകാരൻ അതങ്ങ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അമ്പകയിൽ ആ 140 മുരീരന്മാരെ കത്ത് എന്നെ ചീത്ത പറഞ്ഞിട്ട്. ഇന്നാലില്ല. പക്ഷേ നമുക്ക് അല്ലാഹുവിന്റെ ദീന് മറച്ചു വെക്കാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്. ഈജിപ്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് നമ്മളെ ഒരു ബിരുദെടുത്ത ഒരാള്, നമ്മളെ കൂടെ കുറച്ചു കാലം ഉണ്ടായ ഒരാള്, സുബ്ഹാനല്ലാഹ്. ആ ശൈഖിന്റെ കഥയോ അതും എൻ്റെ അടുത്ത് CD ഉണ്ട്. ശൈഖ് ഇങ്ങനെ നിൽക്കുന്ന ഈജിപ്തില്, വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും 2 ഭാഗത്തും കേരളത്തിൽ നിന്ന് പോയ പെണ്ണുങ്ങള് ശൈഖിന്റെ അടുത്ത് ഇങ്ങനെ ഒട്ടി നിൽക്കുന്നു, 2 പെണ്ണുങ്ങള്. എന്നിട്ട് ഇവിടുന്ന് പോയ അവരെ കൂടെ പോയ ആണുങ്ങൾ അങ്ങേ തൽക്കും ഇങ്ങേ തൽക്കും, നടുവിൽ ശൈഖ്, 2 ഭാഗത്ത് പെണ്ണുങ്ങൾ ഇങ്ങനെ ശരിക്കും ഒട്ടി നിൽക്കുന്നു. എന്നിട്ട് ഫോട്ടോ എൻ്റെ അടുത്ത് CD ഉണ്ട്, ഞാൻ വെറുതെ പറയല്ല. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് പിന്നീട് CD ഇറങ്ങും, അപ്പൊ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ ദീന് നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്. അതിന്റെ പേരിലാണ് ചീത്ത. പക്ഷേ ചീത്ത നമുക്കൊരു വിഷയമല്ല. ആരെന്ത് ചീത്ത പറഞ്ഞാൽ നമുക്കെന്താണ്? കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, തടയുന്നവൻ അല്ലാഹുവാണ്, രക്ഷിക്കുന്നവൻ അല്ലാഹുവാണ്, ശിക്ഷിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു മാത്രമേ അധികാരമുള്ളവനുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനിന് ഇവിടെ ആരെന്ത് പറഞ്ഞാൽ എന്താണ് സഹോദരന്മാരെ? അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, അവരിലേക്ക് മനസ്സ് തിരിക്കാനല്ലേ ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. സ്ത്രീകളെ, നിങ്ങൾ ഒരിക്കലും തന്നെ ഏത് തരീഖത്തിന്റെ പേര് പറഞ്ഞു വന്നാലും, ഏത് മുസ്ലിയാര് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയാലും, ഏത് തങ്ങൾ പിന്തുണച്ചാലും, നിങ്ങൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും വ്യാജ തരീഖത്തുകളുടെ പിന്നാലെ നിങ്ങൾ പോയി നിങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തരുതേ ഉമ്മമാരെ, നഷ്ടപ്പെടുത്തരുതേ ചെറുപ്പക്കാരെ. ഞാൻ കുണ്ടൂർ ഉസ്താദിന്റെ ആണ്ട് നേർച്ചയ്ക്ക് വേണ്ടി പോവുകയാണ്. എന്നെ ഒരാൾ ടെലിഫോൺ ചെയ്യുന്നു. ടെലിഫോൺ ചെയ്യുന്നത് വിദേശ രാജ്യത്ത് വെച്ചാണ്. നമ്മുടെ നാട്ടിന്റെ പരിസരങ്ങളിലുള്ള ഒരു സ്ഥലത്തുള്ള ഒരു ചെറുപ്പക്കാരനാണ്. വിളിച്ചിട്ട് എന്നോട് സങ്കടം പറയുന്നു, ഉസ്താദേ നിങ്ങൾ എന്താ പറയുന്നത്, എനിക്കൊരു ഉപദേശം നൽകണം, ഞാൻ മനസ്സിൽ ടെൻഷനിലാണ്. ഞാൻ എന്താ മോനെ? അദ്ദേഹത്തിന്റെ നാടൊക്കെ പറഞ്ഞു. നാടൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. അദ്ദേഹം എന്നോട് പറയുന്നു, എനിക്ക് മനസ്സിൽ വല്ലാത്ത ടെൻഷൻ. ഞാൻ ചോദിച്ചു എന്താ ടെൻഷൻ? ഉസ്താദേ എന്റെ വീട്ടിൽ ഒരൊറ്റ ആണുങ്ങളും ഇല്ല. എന്നിട്ടോ? എന്നിട്ട് ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ വന്നിട്ട്
മൊയ്ലിയാർ എന്ന് പറയപ്പെടുന്ന ഒരാള് എന്റെ വീട്ടിൽ ഇന്നലെ കിടന്ന് ഉറങ്ങിക്കളഞ്ഞു. പണ്ഡിതന്മാർക്ക് മൊയ്ലിയാമാർക്ക് ആരും എന്നോട് എതിർപ്പുണ്ട് വേണ്ട, ഞാനും മുസ്ലിയാർ എന്ന് പറയപ്പെടുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഞാൻ ചോദിച്ചു, ഏത് മുസ്ലിയാർ? ഇപ്പൊ പള്ളിയിലോ ഖാദിയാരല്ല, പള്ളിയിലെ വാങ്ങുകൊടുക്കുന്ന ആളല്ല, മുദരീസ് അല്ല, പള്ളിയിലോ മുതഅല്ലിമീങ്ങളല്ല, പിന്നെ ആരാണ്? അയാൾ ചികിത്സക്കാരനാണ് പോൽ, ചികിത്സക്കാരനാണ് പോൽ. എന്നിട്ടോ പുരുഷന്മാരില്ലാത്ത വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങിയിരിക്കുകയാണ് ഇയാള്. അത് അറിഞ്ഞിട്ട് മനസ്സിന് ടെൻഷനായിട്ട് വിളിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. ഞാൻ ആ ചെറുപ്പക്കാരനെ സമാധാനിപ്പിച്ചു. ആ പാവപ്പെട്ട സ്ത്രീകൾ അവര് തന്നെയാണ് അദ്ദേഹത്തോട് കംപ്ലൈന്റ് പറഞ്ഞത്, ഭർത്താവിനെ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞത്, വേറെ ആരുമല്ല. അപ്പൊ സ്ത്രീകൾ നിരപരാധികളാണ്, ആ സ്ത്രീകൾ കുറ്റക്കാരല്ല. പക്ഷെ ഞാൻ ആലോചിച്ചു പോവുകയാണ്, തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് ചികിത്സയുടെ പേരിൽ ഇരിക്കുന്ന കുറെ മനുഷ്യന്മാര്. അതുകൊണ്ട് ചികിത്സിക്കുന്ന എല്ലാവരും മോശമാണെന്നല്ല കേട്ടോ, ചികിത്സിക്കുന്ന എല്ലാവരും മോശക്കാരാണ് എന്നല്ല. സഹോദരന്മാരെ, അന്യ സ്ത്രീകളെ ഫോട്ടോ എടുക്കുന്ന ചികിത്സക്കാരുണ്ട്. അന്യ സ്ത്രീകളോട് ഞാനിങ്ങ് പുരക്ക് വരുന്നു, നമുക്ക് മന്ത്രിക്കണമെന്ന് പറയുന്ന ചികിത്സക്കാരുണ്ട്. അങ്ങനത്തെ മന്ത്രങ്ങളെയൊന്നും ആരും വിശ്വസിക്കേണ്ട, ഒക്കെ ദുർമന്ത്രങ്ങളായിരിക്കും. ആലോചിച്ചോളണം. അള്ളാഹുവിന്റെ ദീന് അത് വളരെ വ്യക്തമാ. ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. ഈമാനുള്ളവരെ കണ്ണടച്ചോളണം, അന്യ സ്ത്രീകളെ മുഖത്ത് പോലും നോക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഖുർആന്റെ നിർദ്ദേശമാണ്. ഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളൂന മിൻ അബ്സാരിഹിന്ന. ഈമാനുള്ള സ്ത്രീകളെ കണ്ണടച്ചോളണം, അന്യ പുരുഷന്മാരിലേക്ക് തന്നെ നോക്കാൻ പാടില്ല, നിർദ്ദേശമാണ്. വലാ യദ്രിബന ബിഅർജുലിഹിന്ന ലിയുലമ മാ യുഖ്ഫീന മിൻ സീനത്തിഹിന്ന. സ്ത്രീകളെ നിങ്ങളുടെ ഭംഗി മറ്റുള്ളവർ കാണാൻ കാരണമാകുന്ന വിധത്തിൽ നിങ്ങളെ കാലെടുത്ത് വെച്ച് പോലും ശബ്ദമുണ്ടാക്കരുതെന്ന് ഖുർആനിന്റെ നിർദ്ദേശമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, 4 കാര്യം വേണം വിജയിക്കണമെങ്കിൽ. ഫല്ലദീന ആമനൂ ബിഹി, നബിയെ കൊണ്ട് വിശ്വസിക്കണം. വഅസ്സറൂഹു, നബിയെ ബഹുമാനിക്കണം. വനസറൂഹു, നബിയെ സഹായിക്കണം. വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, ആ നബിയോടുകൂടെ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ പിന്തുടർന്ന് ജീവിക്കണം. ഞാൻ റസൂലുള്ളാഹിനെ പ്രിയം വെക്കുന്നു എന്ന് പറഞ്ഞാ പോരാ, വിശ്വസിച്ചാ പോരാ, ബഹുമാനിച്ചാ പോരാ, സഹായിച്ചാ പോരാ, സദഖ കൊടുത്താ പോരാ, അല്ലാഹുവിന്റെ ഖുർആൻ പിന്തുടർന്ന് ജീവിക്കണം. വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അങ്ങനെ പിന്തുടർന്ന് ജീവിക്കുന്നവരാണ് വിജയിച്ചവർ. സ്ത്രീകളും ശ്രദ്ധിക്കണം, പുരുഷന്മാരും ശ്രദ്ധിക്കണം. എന്തൊരാഹ്സമാനാണിത്! സുബ്ഹാനല്ലാഹ്. ഞാനൊരു ദിവസം കുറ്റ്യാടി സിറാജുൽ ഇരിക്കുമ്പോൾ, അന്ന് ചൊവ്വയോ വെള്ളിയോ 2 ദിവസമാണ് എൻ്റെ ഓർമ്മ. ചൊവ്വാഴ്ച വെള്ളിയാഴ്ചയും ആരെങ്കിലും നേർച്ച കൊണ്ടുത്തരും, അതുപോലെ തന്നെ പല ആവശ്യങ്ങളും മസ്കലക്കാർക്ക് അവരൊക്കെ ചെയ്യുന്നൊരു ദിവസമാണ്. അപ്പോൾ ഒരു ദിവസം എല്ലാവരെയും വിട്ടു കഴിഞ്ഞ് അവസാനം ഒരു സ്ത്രീ എന്നോട് ചോദിച്ചു, എൻ്റെ ഭർത്താവ് സൗദിയിലാണ്, എനിക്ക് കൃത്യമായിട്ട് ചെലവിനൊന്നും അയച്ചിരുന്നില്ല, മകനെ പോറ്റാൻ കയ്യായിട്ട് ഞാനൊരു യത്തീംഖാനെ കൊണ്ടുപോയി ചേർത്തിരിക്കുകയാണ്. അപ്പം തന്നെ എനിക്ക് അത്ഭുതം തോന്നി. യത്തീംഖാനയിൽ മകനെ കൊണ്ടുപോയി ചേർത്ത് ഭർത്താവ് ആണെങ്കിൽ ബാപ്പയാണെങ്കിൽ സൗദിയിലുണ്ട് ആണോ? പിന്നെ എന്ത് യത്തീംഖാനയാ? ബാപ്പ സൗദിയിലുള്ളപ്പോൾ യത്തീമായ കുട്ടി. സുബ്ഹാനല്ലാഹ്. അത് പിന്നെ യത്തീംഖാന നടത്തിയിട്ട് ആ വകയിൽ ചില പരിപാടികൾ എന്തൊക്കെയാ ദുനിയാവിൽ നടക്കുന്നത്, ആരോടെ ഇതൊക്കെ പറയേണ്ടത് ഇരിക്കട്ടെ. എന്നിട്ട് ഈ സ്ത്രീ എന്നോട് ചോദിക്കുന്ന മസ്അല എന്താ അറിയോ? എനിക്ക് ഭർത്താവിനെ ഫസ്ഖ് ചെയ്യാൻ പറ്റുമോ എന്നാ ചോദ്യം. ഭർത്താവിനെ അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ ചോദിച്ചു, ആ ഭർത്താവിന്റെ ടെലിഫോൺ നമ്പർ ഒന്ന് തരുമോ? ഞാൻ സൗദിയിൽ നമ്മുടെ TT അബൂബക്കർ ഫൈസി ഉണ്ടെന്ന് ജിദ്ദയിൽ. അപ്പൊ ഞാൻ ഫൈസിക്ക് കൊടുക്കാൻ നമ്പർ. എന്നിട്ട് അയാളെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ഞാൻ അയാളെ വിളിച്ച് ഉപദേശിച്ച്, നിങ്ങൾക്ക് പൈസ ഒക്കെ അയച്ചു തരാൻ വേണ്ടി പറയാ, നിങ്ങളെ ടെലിഫോൺ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. എന്നാ പിന്നെ പ്രശ്നം പരിഹരിക്കാലോ. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു, ഞാൻ നോക്കാന്ന് പറഞ്ഞു. ഈ സ്ത്രീ പോയി, ടെലിഫോൺ നമ്പർ കിട്ടിയില്ല. ആ സ്ത്രീ പോയി. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ദുബായിൽ ഓഫീസിലിരിക്കുമ്പോ അബുദാബിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ടെലിഫോൺ ചെയ്തു. ഉസ്താദെ, നിങ്ങളെടുത്ത് വന്നിട്ട് ഫസ്ഖിന്റെ മസീല വെച്ചില്ല ഒരു സ്ത്രീ കുറ്റിയാടി? ചോദിച്ചു. ആ സ്ത്രീയെ വിവാഹം കഴിക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ, ആ ഫസ്ഖ് നടക്കൂലേ എന്ന് ചോദിച്ചു എന്നോട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ലോകത്തിന്റെ ഒരു അവസ്ഥ. ആ സ്ത്രീന്റെ ഭർത്താവ് ജിദ്ദയിലുണ്ട്, ആ സ്ത്രീക്ക് കുറെ മക്കളും ഉണ്ട്. അപ്പഴാ ഇവൻ വിളിച്ചിട്ട് ചോദിക്കുന്നത്, അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നത്, ആ പെണ്ണിനെ ഫസ്ഖ് ചെയ്യാൻ പറ്റുമോ, അവളെ കെട്ടണമെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ചോദിച്ചല്ല മോനെ, നീ കല്യാണം കഴിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. ഇതുവരെ കഴിച്ചിട്ടില്ല. നോക്കുമ്പോൾ ചെറിയ വയസ്സേ ഉള്ളൂ. ഈ പെണ്ണിനെക്കാൾ എത്രയോ ചെറിയ വയസ്സായി ഈ ചെറുപ്പക്കാരനുള്ളത്.
ഇവൾക്ക് 2-3 മക്കളുണ്ട്. ഞാൻ ചോദിച്ചു, അല്ല മോനെ, നീ ഇങ്ങനെ ഊമ്പിച്ചാടിയ അണ്ടിന്റെ പിന്നാലെ തന്നെ പോണോ എന്ന് ഞാൻ ചോദിച്ചു. എന്തൊരു കാലഘട്ടമാണ് ഇത് ഇതാ ഞാൻ പറയുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തൊരു കാലമാണ്. ഇത്ര ചിന്തയില്ലാത്ത സ്ത്രീകളും ഇത്രയും ചിന്തയില്ലാത്ത ചെറുപ്പക്കാരും ജീവിക്കുന്ന ഒരു കാലം. എന്നിട്ട് ഇയാൾ എന്നോട്, ചെറുപ്പക്കാരനോട്, ബാപ്പക്കും ഇഷ്ടമില്ല ഉസ്താദെ, ഉമ്മാക്കും ഇഷ്ടമില്ല ഉസ്താദെ, കുടുംബത്തിനൊന്നും ഇഷ്ടമില്ല ഉസ്താദെ, പക്ഷേ അവളിപ്പോ അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഞാൻ പറഞ്ഞാലേ ഇറങ്ങുള്ളൂ, അങ്ങനെ എന്നെ അനുസരിക്കുന്ന പെണ്ണാണ്. അപ്പൊ ഞാൻ ഉള്ളതിൽ ചിരിച്ചു പോയി കുട്ടി ചെറുപ്പക്കാരന്റെ വിഡിത്തം കേട്ടിട്ട്. കാരണം സ്വന്തം ഭർത്താവിനെ അനുസരിക്കാതെ ഭർത്താവിനെ ഒഴിവാക്കിയിട്ട് വേറൊരു ആളെ സ്വീകരിക്കണമെന്ന് വിചാരിക്കുന്ന ഈ സ്ത്രീ അബുദാബിയിലുള്ള ഇവനോട് സമ്മതം ചോദിച്ചിട്ടേ പുറത്തു പോകുന്നുണ്ട്. അത് വിശ്വസിക്കാൻ മാത്രം ഇവൻ വിഡ്ഢിയായി പോയല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കി. എന്താണ്, എന്തൊരു ലോകമാണിത് എന്റെ ചെറുപ്പക്കാരെ. സ്വന്തം പോറ്റി വളർത്തിയ ബാപ്പമാരെ, സ്വന്തം പോറ്റി വളർത്തിയ ഉമ്മമാരെ കുടുംബത്തിനെ അവഗണിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്ന ഏർപ്പാട് ശരിയല്ല കേട്ടോ. അതും ശരിക്കും മനസ്സിലാക്കണം. ഇന്നെനിക്കൊരു ചെറുപ്പക്കാരൻ ടെലിഫോൺ ചെയ്തു. എന്നോട് ചോദിച്ചു, വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വിവാഹം കഴിക്കണം എന്നൊരു ചെറുപ്പക്കാരൻ ഉദ്ദേശിക്കുന്നു, പക്ഷെ ബാപ്പയും ഉമ്മയൊന്നും സമ്മതിക്കുന്നില്ല. ഉസ്താദേ, എന്താണ് വേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ നല്ല സാമ്പത്തിക ശേഷി ഉണ്ടോന്ന് ചോദിച്ചു. ആ, ചെറുപ്പക്കാരൻ നല്ല കഴിവുള്ള ആളാണ്. ഞാൻ പറഞ്ഞു, എന്താ ബാപ്പയും ഉമ്മയും പറയുന്നത് പോലത്തെ ഒരു കല്യാണം, ഒരു വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കുക. ചെറുപ്പക്കാരൻ ഒരു സാധു പെൺകുട്ടിയെ സംരക്ഷിക്കണം എന്നൊരു നല്ല ആഗ്രഹം ഉണ്ടല്ലോ, ആ ആഗ്രഹം നിറവേറ്റണം. അതിനെന്താ വേണ്ടത്? അതിന് വേണ്ടത് ഒരു പെൺകുട്ടിയുടെ, ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന്റെ ചെലവ് പൂർണ്ണമായിട്ടും അവൻ ഏറ്റെടുക്കുക. എന്നിട്ട് ആ പെൺകുട്ടിക്ക്, ആ പെൺകുട്ടിയോട് യോജിച്ച ഒരു പാവപ്പെട്ടവനെ ഭർത്താവായിട്ട് എടുക്കുക. എന്നാ കുടുംബത്തിനിടയിൽ ഒരു പ്രശ്നവും ഇല്ലാണ്ട് അങ്ങ് പോകും. ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കൈമാരിയും വെച്ച്, പിന്നെ ബോധനയും വെച്ച്, അതിൽ തന്നെ കൊണ്ടുപോയിട്ട് പൊന്നിയരിയും വെച്ച് ചോറ് വെച്ച് അങ്ങനെ ഉണ്ടാവും. അത് മാതിരി ഉണ്ടാവും. കാരണം അവന്റെ ചേട്ടന്മാരും അവന്റെ അനുജന്മാരൊക്കെ നല്ല സാമ്പത്തിക ശേഷിയുള്ളവര്, കുടുംബം സാമ്പത്തിക ശേഷിയുള്ളവര്, അവിടത്തേക്ക് പാവപ്പെട്ട പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നാൽ ഈ പെണ്ണ് മരിക്കുന്നവരെ കണ്ണീര് കുടിക്കും. കാരണം ബാക്കിയുള്ളവരൊക്കെ ഇവളെ 2ാം നമ്പറായിട്ടേ കാണും. ഉമ്മയും എങ്ങനെ കാണുള്ളൂ, വാപ്പയും എങ്ങനെ കാണുള്ളൂ, ഏട്ടന്മാരും എങ്ങനെ കാണുള്ളൂ, പെങ്ങന്മാരും എങ്ങനെ കാണുള്ളൂ, ജേട്ടന്റെ ഭാര്യ എങ്ങനെ കാണുള്ളൂ, അനിയന്റെ ഭാര്യ എങ്ങനെ കാണുള്ളൂ. അപ്പൊ ഈ പെൺകുട്ടി നരകം കുടിക്കണം മരിക്കുന്നവരെ. നേരെ മറിച്ച് അപ്പൻകുട്ടിയുടെ വിവാഹത്തിന് ആവശ്യമായ ചെലവിന് വരുന്ന തുക അത് അവൻ ചെലവഴിച്ചിട്ട് ആ പെൺകുട്ടിയോട് യോജിച്ചൊരു ഭർത്താവിന് അവളെ വിവാഹം കഴിച്ചു കൊടുത്താൽ അവർക്ക് നന്നായിട്ട് കുടുംബജീവിതം നയിക്കാം. ഇവനോട് അനുയോജ്യമായ ഒരാൾ ഇവൻ വിവാഹം കഴിച്ചാൽ ഇവന്റെ കുടുംബത്തിൽ ഒരു സമാധാനക്കുറവില്ല, വാപ്പിയും ഉമ്മയൊക്കെ പൊരുത്തപ്പെട്ട നിലക്ക് അവനും കഴിക്കാം. അപ്പൊ നമ്മൾ വളരെ ആലോചിക്കണം വിഷയങ്ങൾ. ചെറുപ്പക്കാര് ചിലരുണ്ട് നന്നായിട്ട് വിടക്കായി പോലും, നല്ല നീയത്താണിത്, പക്ഷെ അതിന്റെ ശാസ്ത്രീയതയും അതിന്റെ മറ്റവസ്ഥയും കൂടി ചിന്തിക്കണം. ചിന്തയില്ലാതെ പ്രവർത്തനം നടത്തരുത്. പക്ഷെ ആ ചെറുപ്പക്കാരൻ നല്ലവനാണ്. അതുകൊണ്ടാണ് അവന്, എനിക്ക് തോന്നുന്നു വിദേശത്തുനിന്നോ നാട്ടിൽ നിന്ന് എനിക്ക് ഓർമ്മയില്ല, അവന് വിളിച്ച് അന്വേഷിച്ചത്. അത് നല്ലൊരു പരിപാടിയാണ്. ഏതെങ്കിലും ഒരാളോട്, ഒരു വിവരമുള്ള ആളോട് ചോദിക്കുക, ഞാൻ വിവരമുള്ള ആളായിട്ടല്ല, ഒരു വിവരമുള്ള ആളോട് ചോദിക്കുക, അല്ലെങ്കിൽ ഒരു പ്രായമുള്ള ഒരാളോട് ചോദിക്കുക. അങ്ങനെ ഒരു വിഷയത്തിൽ കൂടി ആലോചന നടത്തിയിട്ട് അപ്പൊ ആ ചെറുപ്പക്കാരന്റെ മറുപടി വളരെ ഇഷ്ടപ്പെട്ടു, അവനത് അംഗീകരിച്ചു. അങ്ങനെയാണ്. ഒരു വിഷയം അറിയില്ലെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കെങ്കിലും വേണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ സംഭവത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ ആ വാസന, സുഗന്ധം, അതിനെക്കുറിച്ച് ഞാൻ ഒരു ഹദീസ് പറഞ്ഞപ്പോൾ വിഷയത്തിലേക്ക് കടന്നു വന്നതാണ്. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട ഉത്ബ റളിയല്ലാഹു അൻഹു 4 ഭാര്യമാരുണ്ട്. ആ 4 ഭാര്യമാരും മത്സരാണ്. അത്ര പേർത്താ മത്സരാണ്. എന്തിന്? ഭർത്താവ് വരുമ്പോ ഏത് ഭാര്യയാണ് ഏറ്റവും നല്ല സുഗന്ധം ഉണ്ടാവുക എന്നുള്ള മത്സരാണ്. അത് ഒറ്റയുള്ളെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് അപ്പം ഭാര്യമാരോട് ഞാൻ പറഞ്ഞത്, സ്ത്രീകളോട് പറഞ്ഞത്. ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ നല്ല സുഗന്ധവും പറ്റിയിരിക്കണം. നിങ്ങൾ ഈ പശുവിനെ കഴിച്ചു കിട്ടുന്ന തുണി കൊടുത്തിട്ട് അതുപോലെ തന്നെ അടുക്കളയിൽ നിന്ന് ഒട്ടാകെ വിയർത്തൊലിച്ചിട്ട് ഭർത്താവിന്റെ റൂമിലേക്ക് വരാൻ പാടില്ല. തെറ്റാണത്, തെറ്റാണ്. നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് നല്ല അത്ര വിരട്ടി എന്നിട്ട് ഭർത്താവിനെ സ്വീകരിക്കാതിരിക്കണം. എന്തുകൊണ്ടാണ് ചെറുപ്പക്കാർ പലപ്പോഴും കാണുന്ന ഏതെങ്കിലും എയ്ഡ്സ് രോഗം വിതരണം ചെയ്യുന്ന ഏതെങ്കിലും വേശ്യാവൃത്തിയുടെ വക്താക്കളുമായി ബന്ധപ്പെടാൻ പോകുന്നത്? ഈ വേശ്യാവൃത്തിക്ക് നിന്നുകൊടുക്കുന്ന സ്ത്രീകളുടെ സ്വഭാവം വാസ്തവത്തിൽ അത് എയ്ഡ്സ് രോഗം വിതരണം ചെയ്യുന്ന നാറുന്ന നാശമാണെങ്കിലും ആ സ്ത്രീകൾ നല്ല ഭംഗിയിൽ വസ്ത്രം ധരിക്കും, എന്നിട്ട് ചുണ്ടൊക്കെ ചോപ്പിച്ച് എന്നിട്ട് നല്ല അത്രയൊക്കെ പെരട്ടിയിട്ട് നിൽക്കും. സംഗതി പറഞ്ഞാൽ എയ്ഡ്സ് രോഗം വിതരണം ചെയ്യുന്ന കേന്ദ്രമാണ്, പക്ഷേ കാഴ്ചക്ക് നല്ല ഭംഗിയിൽ നിൽക്കും. അപ്പൊ ഈ വിവരമില്ലാത്ത ബുദ്ധിയില്ലാത്തവർ അങ്ങോട്ടേക്ക് മനസ്സുപോവും, സ്വന്തം ഭാര്യയോട് താല്പര്യം ഉണ്ടാവൂല.
അതുകൊണ്ട് ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ, സ്വന്തം ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങണം, സ്വന്തം ഭർത്താവിന് വേണ്ടി അത്രഭൂഷണം. അതാണ് ബഹുമാനപ്പെട്ട സഹാബിയത്തായ വനിതകൾ ചെയ്തത്. ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ഉത്ബ റളിയല്ലാഹു അൻഹുവിന്റെ പതിവെന്താണ്? ഉമ്മു ആസിം ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഉമ്മു ആസിം ഉത്ബ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യമാരിൽപ്പെട്ട ഒരു പെണ്ണാണ്. ബഹുമാനപ്പെട്ട മഹദി പറയുന്നു, ഒരിക്കലും ഉത്ബ റളിയല്ലാഹു അൻഹു അത്തറ് വരട്ടൂല, താടിക്ക് കുറച്ച് എണ്ണിട്ട് വാരും, ഒരിക്കലും അത്തറ് വരട്ടൂല. പക്ഷേ ഞങ്ങൾ ആരെന്ത് അത്തറ് വരട്ടിയാലും ഉത്ബ റളിയല്ലാഹു അൻഹുവിന്റെ അത്ര നല്ല സുഗന്ധം ഒരു ഭാര്യ അത്ര വരട്ടിയാലും ഉണ്ടാവൂല. എപ്പോ നോക്കിയാലും ഉത്ബയുടെ സുഗന്ധം പോലെ ഒരു സുഗന്ധം ഞങ്ങൾ ആർക്കും കാണുന്നില്ല. ഉത്ബയാണെങ്കിൽ അത്രട്ട് വരട്ടിയില്ല. ഫഖുൽതു ലഹു യൗമൻ, ഒരു ദിവസം ഭർത്താവായ ഉത്ബയോട് ഞാൻ ചോദിച്ചു, ഇന്നാല നജ്തഹിദു ഫി തീബി വല അൻതാ തിയബ്രുഹം മിന്നാ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞങ്ങൾ ഏറ്റവും നല്ല അത്ര വരട്ടിയാലും അത്ര തീരെ വരട്ടാത്ത നിങ്ങൾക്കാണല്ലോ ഏറ്റവും നല്ല സുഗന്ധമുള്ളത്. ഫമിമ്മ, അതെന്താ കാരണം? അപ്പോൾ ഉത്ബ എനിക്ക് പറഞ്ഞു തന്നു, എന്റെ ഭർത്താവ് പറഞ്ഞു തന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് എന്റെ ശരീരത്തിന് രോഗം പിടിച്ചു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. ഫസകൗതു ദാലിക ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് അവലാതി പറഞ്ഞു, നബിയേ, എന്റെ ശരീരത്തിനൊരു രോഗം, തങ്ങളോട് ഞാനിത് അവലാതി പറയുന്നു. സഹാബത്തിന് എന്ത് പ്രശ്നമുണ്ടായാലും അള്ളാന്റെ റസൂലിനോട് അവലാതി പറയലാണ്, വിഷമം പറയലാണ്, അപേക്ഷ സമർപ്പിക്കലാണ്. അള്ളാഹിനോട് മാത്രമേ അപേക്ഷിക്കാവൂ എന്ന ഒരു മതം, അത് സഹാബികൾക്ക് പരിചയമുള്ള മതമല്ല, ഇമാമിയങ്ങൾക്ക് പരിചയമുള്ള മതമല്ല. അവര് അള്ളാന്റെ റസൂലിനോട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പറയലാണ് പതിവ്. അള്ളാന്റെ റസൂലിനോട് പറയാണ്, കാരണം അത് ഈമാനിന്റെ ലക്ഷണമാണ്, അള്ളാന്റെ റസൂലിനോടുള്ള ബഹുമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടം പറയുക എന്നത്. അതുകൊണ്ടല്ലേ സഹോദരന്മാരെ, അതാ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കണ്ടില്ലേ നിങ്ങൾ? ഇന്നൽ ഈമാന ലയരിസുൽ മദീനതി കമാ തൈരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ, പാമ്പ് മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈമാൻ ഒരാളെ മനസ്സിലുണ്ടെങ്കിൽ എന്ത് പ്രശ്നം വരുമ്പോഴും മദീനയിൽ കിടക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന രക്ഷപ്പെടുമെന്ന ചിന്തയാണ്. റസൂലുള്ളാഹിന്റെ സഹായം പ്രതീക്ഷിക്കുകയാണ്. പാമ്പിന് എന്ത് പ്രശ്നം വരുമ്പോഴും എന്റെ മാളത്തിലെത്തിയാ രക്ഷപ്പെടുമെന്ന ചിന്തയുള്ളതുപോലെ ഈമാനുള്ള മനുഷ്യന്മാരെ മനസ്സിൽ ദുനിയാവിലെ രക്ഷയും ആഖിറത്തിലെ രക്ഷയും റസൂലുള്ള മുഖേനയാണ്. അതുകൊണ്ട് എനിക്ക് പുന്നാര നബി മുഖേന എനിക്ക് രക്ഷ കിട്ടുമെന്ന ചിന്തയാണ്. വമൻ യകുൻ ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻദൽ ഖഹുൽ ഉസ്ദു ഫീ അജമി ഹതജിമി. അതുകൊണ്ടാണ് സഹോദരന്മാരെ, സഹാബിയായ ഉത്ബ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് രോഗമായപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ച് എന്റെ വിഷമം പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഫഅമറനി അൻ അതജറദ ഫതജറദതു അൻ സൗബി വഅഖഅതു ബൈന യദൈഹി വഅൽഖൈതു സൗബി അലാ ഔറതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുപ്പായം അയക്കൂ ഉത്ബത്തെ, തലേക്കെട്ട് അയക്കൂ ഉത്ബത്തെ, നീ ഔറത്ത് മറക്കാനുള്ള മുട്ടുപൊക്കലിനിടയിലാണല്ലോ പുരുഷനിക്ക് നിർബന്ധമായി മറക്കേണ്ട ഔറത്ത്. ആ സ്ഥലം ഒഴിച്ച് ബാക്കി സ്ഥലങ്ങളൊക്കെ നീ തുണിയൊന്ന് നീക്കൂ. ഞാൻ കുപ്പായം അഴിച്ചു, തലപ്പാവ് അഴിച്ചു, അങ്ങനെ മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള സ്ഥലം മാത്രം മറച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. ഫനഫസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ യദിഹി ഫനഫസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ യദിഹി. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ കൈ, ആ കൈ ഇങ്ങനെ വെച്ചിട്ട് കയ്യിലൊന്ന് ഊതി. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ ഊതിയിട്ട് സുമ്മ മസഹ ളഹ്രി വബത്നി ബിയദിഹി, എന്റെ പുറവും എന്റെ വയറും അല്ലാഹുവിന്റെ റസൂൽ അതേ പുറവും അകവും
അതാ ഒന്ന് നന്നായി അവിടുത്തെ കൈ കൊണ്ടങ്ങ് തടവി. അന്ന് മുതൽക്ക് എന്റെ ശരീരത്തിന് വല്ലാത്ത സുഗന്ധമാണ്. അത്ര പുരട്ടേണ്ടതില്ല. എന്റെ രോഗം മാറിയെന്ന് മാത്രമല്ല, അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ എന്റെ ശരീരത്തിലൊന്ന് തടകിയപ്പോൾ, ഭാര്യമാരെ, നിങ്ങൾ ഏതത്തറ് പുരട്ടി വന്നാലും ഞാൻ അത്തറ് പുരട്ടേണ്ടതില്ല. എന്റെ ശരീരത്തിൽ അവിടുത്തെ കൈവച്ച് തടവിയത് മുതൽക്ക് വല്ലാത്ത സുഗന്ധമാണ്. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ ഒരു വഴിയിലൂടെ അങ്ങ് പോയാൽ ആ വഴിയിലൂടെ പിന്നെ വരുന്നവരൊക്കെ പറയും അല്ലാഹുവിന്റെ റസൂൽ ഇതിലെ പോയിട്ടുണ്ട്. കാരണം ആ വഴി മുഴുവനും സുഗന്ധമാണ്. അങ്ങനെ അല്ലാഹു ജല്ല ജലാലുഹു അവിടുത്തെ ശരീരത്തിൽ തന്നെ വല്ലാത്ത പദവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ ശരീരവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിനും ബഹുമാനമാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ധരിച്ച വസ്ത്രത്തിന് ബഹുമാനമാണ്, അവിടുന്ന് കഴിയ വെള്ളത്തിന് ബഹുമാനമാണ്, അവിടുത്തെ ഉമിനീരിന് ബഹുമാനമാണ്, അവിടുത്തെ വിയർപ്പിന് ബഹുമാനമാണ്. അവിടുത്തെ ബഹുമാനിക്കാതെ ഒരു മനുഷ്യനും വിജയം കൈവരിക്കുക സാധ്യമല്ല. മൂന്നാമതല്ല പറഞ്ഞത് എന്താണ്? വനസറുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിനെ സഹായിക്കലാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ സഹായമാണ്. അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തത് പറയുക എന്നത് ആലിമീങ്ങളെ കർത്തവ്യമാണ്, പണ്ഡിതന്മാരെ കടപ്പാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനം പറയൽ, അവിടുന്ന് പഠിപ്പിച്ച ദീന് തുറന്നു പറയൽ. ഇല്ലെങ്കിൽ റസൂലുള്ളാഹിനോട് സഹകരിച്ചവരാവൂല. അതുകൊണ്ട് ആ സഹോദരന്മാരെ, ഇവിടുന്ന് പഠിപ്പിച്ചില്ലേ, ഇദാ ദഹറത്തിൽ ബിദഉ, സുന്നത്ത് ജമാഅത്തിനെതിരായ ആശയം ഒട്ടാകെ പ്രകടമായി വെളിവായി വന്നാൽ, പുത്തൻ പ്രസ്ഥാനം വെളിവായി വന്നാൽ, അത് വെളിവാകും ഖിയാമത്ത് നാളാകുമല്ലോ. ഇവിടെ ഖിയാമത്ത് നാളാകുമ്പോ അല്ലാഹ് എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യരില്ലാത്തൊരു കാലം വരുമെന്നല്ലേ. അപ്പോഴിങ്ങനെ ഖിയാമത്ത് നാളാകുന്നതിന് മുമ്പ് ഇവിടെ ഒരുപാട് സംഗതികൾ വരാനുണ്ട്. അങ്ങനെ വരുന്ന കൂട്ടത്തിൽ പുത്തൻവാദികൾ വരും. അങ്ങനെ പുത്തൻവാദികൾ വെളിവായി കഴിഞ്ഞാൽ എന്നിട്ട് പണ്ഡിതൻ അതിനെതിരെ ഒന്നും പറയാതിരുന്നാൽ, പണ്ഡിതന്മാർക്ക് അല്ലാഹുവിന്റെ ലാനത്തുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താ കാരണം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പല്ല് പൊട്ടിത്തെറിച്ച് പോറ്റിയ ദീനാണിത്. കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചു പോറ്റിയ ദീനാണിത്. അവിടുത്തെ തല പൊട്ടിയിട്ട് രക്തം വന്നു പോറ്റിയ ദീനാണിത്. ആ ദീൻ ഇവിടെ ഇഞ്ചിഞ്ചായി മുറിച്ച് നശിപ്പിക്കുമ്പോ, അതിന്റെ വിശ്വാസം മാറ്റുമ്പോ, കർമ്മം മാറ്റുമ്പോ, മിണ്ടാതിരുന്ന പണ്ഡിതന് ലഅനത്താണ് കേട്ടോ. അവിടെയാണ് SYSന്റെ പ്രവർത്തനം. നിങ്ങളെയൊക്കെ ഞാൻ ക്ഷണിക്കുന്നു. SYSന്റെ സമ്മേളനം വടകര നടക്കുമ്പോ നിങ്ങൾ വന്നാ പോരാ, നിങ്ങളതിനു വേണ്ടി പ്രവർത്തിക്കണം, നിങ്ങളതിനു വേണ്ടി ശ്രമിക്കണം, സഹായിക്കണം, സഹകരിക്കണം. എല്ലാ ജില്ലകളിലും SYS സമ്മേളനം നടത്തുന്നത് ഇവിടെ ഒരു ഭൗതിക താല്പര്യത്തിനുമല്ല. 16 വിഷയങ്ങളിൽ മുസ്ലിമീങ്ങളെ വിളിച്ചുകൊണ്ടുവന്ന് പന്തല് കെട്ടി 16 വിഷയങ്ങളിൽ ക്ലാസ് കൊടുക്കാനാ തീരുമാനിച്ചത്. അതിനുശേഷമാണ് പ്രകടനവും സമ്മേളനവും ഒക്കെ. 3 ദിവസം ഇൽമു പഠിപ്പിക്കലാണ് ലക്ഷ്യം. ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരന്മാരെ, വനസറൂഹു, അള്ളാഹുവിന്റെ റസൂലിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് പഠിപ്പിച്ച ദീനിനെ സഹായിക്കലാണ് കേട്ടോ. അതേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീൻ അതിവിടെ പ്രചരിപ്പിക്കുക, അതിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക. ഈ പരിപാടി സംഘടിപ്പിച്ചതും അതിന് തന്നെയാണ്. എല്ലാ വാളിന്റെ സദസ്സും അങ്ങനെയാണ്. ദീന് പഠിപ്പിക്കുന്ന മദ്രസകൾ അതിനു വേണ്ടിയുള്ളതാണ്. നമ്മുടെ ദാറുൽ ഹിദായയും ദാറുൽ ഹുദയും സിറാജുൽ ഹുദയും മർക്കസും മഅദിനും അതേ മഖറും സാദിയയും മറ്റുള്ള ദീനീ സ്ഥാപനങ്ങളൊക്കെ അതിനു വേണ്ടി തന്നെയാണ്. അള്ളാഹുവിന്റെ ദീനിനും ചെയ്യുന്ന സഹകരണമാണ്. ആ സഹകരണം നമ്മിൽ നിന്നുണ്ടാകേണ്ടതാണ്. അതാണ് വനസറൂഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിച്ചവർ.
അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നല്ലറല്ലാഹു റഅൻ സമിഅ മഖാലതി ഫവആഹാ വഅദ്ദാഹാ. എന്റെ വാക്ക് ശരിക്ക് കേട്ട് മനസ്സിലാക്കി തെറ്റിപ്പോകാതെ പിൻതലമുറക്ക് എത്തിച്ചു കൊടുക്കുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ മുഖത്തിന് അല്ലാഹു പ്രകാശം നൽകട്ടെ. അല്ലാഹുവിന്റെ ദീന് എത്തിച്ചു കൊടുക്കുന്ന മഹാന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ആ സഹോദര, ഇന്നല്ലിലാഹ വഅഹ്ല കുല്ലി സമാഇ വൽഅർദി ഹത്തൽ ഹൂതി മഅനം ലിൽ ഫലാ കുല്ലു യുസല്ലി യാ ഹബീബു അലല്ലദി ഖദ് അല്ലമൽ ഖൈറൽ ലുനാസ് സലാം. ഇൽമു പഠിപ്പിക്കുന്ന പണ്ഡിതന് വേണ്ടി അല്ലാഹുവും അവന്റെ മലക്കുകളും അതേ മത്സ്യങ്ങളും അതേ മരുഭൂമിയിലൂടെ നീങ്ങുന്ന ഉറുമ്പുകൾ വരെ എല്ലാവരും ഇൽമു പഠിപ്പിക്കുന്ന പണ്ഡിതന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? കാരണം അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമു അത് പ്രചരിപ്പിക്കുക അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാമല്ലോ, റഹ്മത്തുൽ ലിൽ ആലമീൻ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നതാ പറഞ്ഞു, ലാനത്തുണ്ട്. ആർക്ക് ലാനത്തുണ്ട്? റഹ്മത്തായി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാനത്തുണ്ട്, അല്ലാഹുവിന്റെ ലാനത്തുണ്ട്, മലക്കുകളുടെ ലാനത്തുണ്ട്, സർവമഹാന്മാരുടെ ലാനത്തുമുണ്ട്. ആർക്ക്? മൻ അഹ്ദസ ഔ ആവാ മുഹദിസൻ. വല്ലവനും ഒരു പുത്തനാശയക്കാരനായാൽ, വല്ലവനും ഒരു പുത്തൻവാദിയായാൽ, ഒരു പുതിയ ആശയക്കാരനായാൽ, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ അവൻ പുത്തനാശയക്കാരനായിട്ടില്ല, പക്ഷേ പുത്തനാശയക്കാരോട് കൂറ് പുലർത്തുകയാണ്. അവന്റെ പ്രസംഗത്തിന് പോയി നിന്നിട്ട് ആളുണ്ടാക്കി കൊടുക്കുകയാണ്, അവന്റെ പ്രസംഗം കേൾക്കുകയാണ്, അവന്റെ സദസ്സ് പോയി ഇങ്ങനെ നിന്നിട്ട് സദസ്സ് വലുതാക്കി കൊടുക്കുകയാണ്, അവന്റെ പ്രസംഗം ഇങ്ങനെ കേട്ടിട്ട് അതിന്റെ ബഹുമാനം വന്നിങ്ങനെ പറയാണ്, ഞാൻ സുന്യന്യാണ്, പക്ഷേ കുറച്ചൊക്കെ അവര് പറഞ്ഞതും കാര്യമുണ്ട്, ഇവനിങ്ങനെ ഫത്വ കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സഹോദരാ, നിനക്ക് കുറച്ചറിയോ കൂടുതലറിയോ? നീ എല്ലാവരും പഠിച്ചതൊക്കെ പഠിച്ച് പാസ്സായാലല്ലേ കുറച്ച് അവിടെയുണ്ട് ശരി, കുറച്ച് ഇവിടെയുമുണ്ട് ശരി എന്ന് പറയണമെങ്കിൽ എല്ലാം തികഞ്ഞവനാകണ്ടേ നീ? പക്ഷേ നീ നിന്റെ അഹങ്കാരം കൊണ്ട് ലോകത്ത് കഴിഞ്ഞു പോയ ഔലിയാക്കളായ പണ്ഡിതന്മാര് പഠിപ്പിച്ച മൗലിദും ദിക്റും സിയാറത്തും അതുപോലെ ഇസ്തിഗാസയും തവസ്സുലും അറബിയിലുള്ള ഖുതുബയും 2 പങ്കുകൊടുത്തുള്ള ജുമഅയും അതേ മക്കയിലും മദീനയിലും അടക്കം നടക്കുന്ന 20 റകഅത്ത് തറാവീഹ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മുഴുവൻ വിഷയങ്ങളെയും ചോദ്യം ചെയ്യുന്ന കക്ഷിയുടെ സദസ്സിൽ പോയി ഇങ്ങനെ നിന്ന് അവരെ സദസ്സ് വലിപ്പം കാണിച്ചിട്ട് പിന്നെ നീ വന്നിട്ട് ഇങ്ങനെ കല്യാണ വീട്ടിൽ പറയാണ്, കുറച്ചൊക്കെ അവര് പറഞ്ഞു കാര്യമുണ്ട്. മോനെ, നിന്നെ കുറിച്ചും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ അഹ്ദസ, വല്ലവനും ഒരു പുത്തനാശയക്കാരനായാൽ, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ അവൻ പുത്തനാശയക്കാരനാകണമെന്നില്ല, അവന് ഒത്താശ ചെയ്യുന്നവനായാൽ, അവന് അഭയം നൽകുന്നവനായാൽ, അവനെ കൂട്ടിപ്പിടിക്കുന്നവനായാൽ, ഞാനല്ല പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലിനെ പ്രിയം വെക്കുന്ന മുസ്ലിമേ, റസൂൽ പറയുന്ന ഹദീസ് ബുഖാരിയിലുള്ള ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫഅലൈഹി ലാനത്തുല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ലാനത്തുണ്ട്, വൽ മലായിക, മലക്കുകളുടെ ലാനത്തുമുണ്ട്, വന്നാസി അജ്മഈൻ, സർവ്വ നല്ല മനുഷ്യന്മാരെ ലാനത്തും സർവ്വ ഔലിയാക്കളെ ലാനത്തും സർവ്വ അമ്പിയാക്കളെ ലാനത്തുമുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ, അവനിൽ നിന്ന് ഒരു ഫർളായ അമലും ഒരു സുന്നത്തായ അമലും അല്ലാഹ് ഖബൂൽ ചെയ്യൂല. അങ്ങനെയാണ് എല്ലാ ഇമാമിയങ്ങളും അവരുടെ കിതാബിൽ പറഞ്ഞത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ മാറ്റി നിർത്തണമെന്നാണ്. എത്രത്തോളം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞു, ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ അഹ്ലി സുന്നത്തി വൽ ജമാഅ വസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ജമാഅത്തു മുത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
സുന്നത്ത് ജമാഅത്ത് നബിയും സഹാബത്തും പഠിപ്പിച്ച ആശയമാണ്. അത് പിന്തുടർന്ന് ജീവിക്കൽ മോമിനീങ്ങൾക്ക് നിർബന്ധമാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, സുന്നി അല്ലാത്തവർക്ക് അതാ വർധനമുണ്ടാക്കൽ ഈമാനുള്ളവന് പാടുള്ളതല്ല. സുന്നി അല്ലാത്തവൻ ഒരു പ്രസംഗം നടത്തുമ്പോ, ഒരു സദസ്സ് സംഘടിപ്പിക്കുമ്പോ, ഒരു സെമിനാർ നടത്തുമ്പോ, ഒരു ക്യാമ്പ് നടത്തുമ്പോ, ഒരു സമ്മേളനം നടത്തുമ്പോ അവിടെ നമ്മളും പോയി നിന്നിട്ട് അവന് ആൾക്കൂട്ടത്തിൽ വർധനവ് കാണിക്കുന്നത് ഈമാനുള്ളവന് പറ്റിയ പണിയല്ല. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ ഗുന്യത്തിൽ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു സുന്നി അല്ലാത്തവന്റെ പ്രസംഗം കേൾക്കൽ ഹറാമാണെന്ന് പറഞ്ഞത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ അവരുടെ സദസ്സിൽ പോയും അല്ലാതെയും അവർക്ക് വർധനമുണ്ടാക്കൽ ഈമാനുള്ളവന് ചേർന്ന പണിയല്ല. സുബ്ഹാനല്ലാഹ്. അവസാനം പറയുന്നു, അല്ലാ യുഹന്നിയഹും ഫിൽ അയ്യാദ്, പെരുന്നാളിനോ സമ്മേളനത്തിനോ അവർക്കൊരു സന്ദേശം പറയാൻ പോലും പാടില്ല. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാൻ, ഒരു സന്ദേശം പറയാൻ പോലും പാടില്ല, ഒരു അഭിനന്ദനം പറയാൻ പോലും പാടില്ല. സുബ്ഹാനല്ലാഹ്. ഇപ്പം പുതിയ തരീഖത്തിൽ പോയ ഒരാള് പനമരം പോയി. പനമരം പോയിട്ട് അവിടുന്ന് പ്രസംഗിച്ച സീഡിന്റെ അടുത്തുണ്ട്. എന്നാ പറയുന്നത്, പനമരം പോയിട്ട് പ്രസംഗിക്കാണ്, ഹുസൈൻ മടവൂരിനെ ഞാൻ അഭിനന്ദിക്കുന്നു പുതിയ തരീഖത്ത് പോയതിന്റെ ശേഷം പ്രസംഗിക്കാൻ. എന്തിന്? പനമരത്തു സുന്നത്ത് ജമാഅത്തിന്റെ എതിരായ സമ്മേളനം നടത്തിയ വകയിൽ അഭിനന്ദിക്കുന്നു എന്നാ പറയുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പിന്നെ എന്ത് തരീഖത്താണ്, പിന്നെ എന്ത് ഹഖീഖത്താണ്, എന്ത് ശരീഅത്താണ്? സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ അഭിനന്ദിച്ചുകൊണ്ട് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ തരീഖത്തിന്റെ ശൈഖല്ലേ, ആ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അല്ലേ പറഞ്ഞത്? എന്ത്? അല്ലാ യുഹന്നിയഹും ഫിൽ അയ്യാദി വൗഖാത്തി സുറൂർ. ഒരു സന്ദർഭത്തിലും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിക്ക് ഒരാശംസ പോലും പറയാൻ പാടില്ല. അത്രയും അകന്നു നിൽക്കണം. എന്താ കാരണോ? മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അതുകൊണ്ട് കാര്യം കിട്ടാനൊന്നല്ല. എന്താ കാരണം? ഈമാന് കൊണ്ട് കളിക്കരുത് എന്നുള്ളതാണ്. ഈമാന് കൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഉറുമി വീശുന്ന ഒരു സ്ഥലം, ഉറുമി വീശിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം, നമ്മളെ കുട്ടികൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെന്ത് പറയും? മാറിന്നടാ, മാറിന്നടാ. എന്താ കാരണോ? ഈ കുട്ടീനോടുള്ള സ്നേഹാണ്. ഈ കുട്ടി അവിടെ പോയിട്ട് ഈ ഉറുമി തട്ടിപ്പോയാലോ എന്റെ മകന്റെ ശരീരത്തിന് മുറിവേൽക്കും അല്ലേ? ജീവിതം മുഴുക്കെ ഈ ഈമാനും ഇസ്ലാമും പ്രചരിപ്പിക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി, അള്ളാഹിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ജീവിതം പൂർണ്ണമായി സമർപ്പിച്ചവരാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, വസ്സാലിമാ റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നാഫിയായ ഇൽമിനെ ഏറ്റിത്തരണം റഹ്മാനേ. അവരുടെ ജീവിതം സമർപ്പിച്ചത് മുഴുവനും അള്ളാഹിന്റെ ദീനിനു വേണ്ടിയാണ്. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ, ഇരിയന്നേകൾ കേട്ടരേയിരുന്നോവർ, ഊണും ഉറക്കും ഒന്നുമേ കൂടാതെ 3 ആണ്ട് കാലം പൊറുത്ത് നടന്നോവർ. ഇതൊക്കെ ക്ഷമിച്ച് ജീവിച്ചിട്ട് അള്ളാഹിന്റെ ദീന് പ്രചരിപ്പിച്ച ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഭയപ്പെടുകയാണ്. അറിവില്ലാത്ത മനുഷ്യന്മാര്, ചെറിയ കുട്ടികൾ ഉറുമി വീശുന്ന സ്ഥലത്ത് പോയി നിന്നാൽ ഉറുമി തട്ടിയിട്ട് മുറിഞ്ഞാലോ, വാൾപ്പയറ്റ് നടക്കുന്ന സ്ഥലത്ത് പോയി നിന്ന് വാള് തട്ടിപ്പോയാലോ, ലാത്തി വീശുന്ന സ്ഥലത്ത് പോയി ഇരുന്നിട്ട് ലാത്തി കൊണ്ട് അടി കിട്ടിയാലോ, അതേ ബോംബെറിയുന്ന സ്ഥലത്ത് പോയിട്ട് ബോംബ് കൊണ്ടാലോ എന്ന് ബാപ്പയും ഉമ്മയും അതേ നേതാക്കളും ഭയപ്പെടുന്നത് പോലെ സുബ്ഹാനല്ലാഹ്, അതൊക്കെ ശരീരത്തിന് പറ്റുന്ന മുറിയാണ്. അതുകൊണ്ട് കൂടുതൽ പറ്റിയാ മരിച്ചു എന്നല്ലാണ്ട് വേറൊന്നും വരാനില്ല. പക്ഷെ ഈമാനിന് മുറിവേറ്റാൽ, ഈമാനിന് മുറിവേറ്റാൽ പിന്നെ സുബ്ഹാനല്ലാഹ് 1 കോടി കൊല്ലമല്ല, ആ കോടി കൊല്ലമല്ല, ഖിയാമത്ത് നാൾ വന്ന് പിന്നെ ഒരിക്കലും തീരാത്ത കാലം, ഒരിക്കലും തീരാത്ത ലോകം. അവന് സ്വർഗം നഷ്ടപ്പെട്ട് നരകത്തിലായില്ലേ? അവന്റെ ഫർളും സുന്നത്തും നഷ്ടപ്പെട്ടില്ലേ? അല്ലാഹ് ഖബൂൽ ചെയ്യാത്തതായില്ലേ? അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെതിരായ ഒരാശയം പറയുന്ന സ്ഥലത്തോ അതിന്റെ CD വിതരണം ചെയ്യുമ്പോൾ അത് വാങ്ങി കേട്ടിട്ടോ ഒരു മനുഷ്യന്റെ മനസ്സിൽ സംശയത്തിന്റെ മുറിവേറ്റ് അവന്റെ അവസാനം അവൻ സുന്നിയിൽ നിന്ന് പുറത്തു പോയാൽ അവന്റെ ഈമാന് പോയില്ലേ? തഖ്വ പോയില്ലേ? അവന്റെ ആഖിറം പോയില്ലേ?
അത് ഭയപ്പെട്ടിട്ട് ആ സഹോദര അതിന്റെ ഗൗരവം പഠിച്ചതുകൊണ്ടാണ് വഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇത്ര ഗൗരവത്തിൽ പറയുന്നത്. അത് പഠിച്ചതുകൊണ്ടാണ് സാലിമാം റളിയല്ലാഹു അൻഹു പറയുന്നത്. അല്ലാതെ അവർക്ക് ഈ സമുദായത്തോട് ഒരു വെറുപ്പും ഉണ്ടായിട്ടല്ല. ഈ സമുദായത്തിന് വേണ്ടി ജീവിച്ച് മരിച്ച മഹാന്മാരാണവര്. അപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ. പക്ഷേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ലാനത്താണ് സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തു പോയവർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിനെ സഹായിക്കുക, സഹകരിക്കുക. ഇവിടെ 5 സെന്റ് സ്ഥലം മരിച്ചുപോയ പിതാവിന്റെ പേരിൽ ഇസ്മായിൽ ചാത്തോത്ത് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, ആ മരിച്ചുപോയ ബാപ്പയുടെ ഖബറിന് നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. സ്വർഗത്തിൽ അദ്ദേഹത്തിനും മക്കൾക്കും നീ ഇരിപ്പിടം നൽകണം റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെയും നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. കഴിയും പോലെ ഓരോരുത്തരും അതിൽ പങ്കെടുക്കണം എന്നറിയിക്കുന്നു. നമ്മുടെ KK പോക്കർ ഹാജി 2.5 സെന്റ് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ, അവരുടെ ഖബറിനെ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. സ്വർഗത്തിൽ ഇരിപ്പിടം നൽകണം റഹ്മാനെ. ഓരോരുത്തർ കഴിവനുസരിച്ച് എല്ലാവരും പങ്കെടുക്കണം. ഞാൻ ഒരു ചെറിയ സംഭവം പറയട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ച മഹാന്മാർ, അവർ അള്ളാഹുവിന്റെ റസൂലിനെ പിന്തുടർന്ന് അവിടുത്തെ സുന്നത്തുകൾ പിന്തുടർന്ന് ജീവിക്കാൻ തീരുമാനിച്ചു. ശൈഖ് മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അജലുസ്റാ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ജീവിച്ച ഒരാളാണ് ഞാൻ. ഒരു ദിവസം നിസ്കാരത്തിന്റെ സമയമായപ്പോ ബഹുമാനപ്പെട്ടവർ വുളൂഎടുക്കുകയാണ്. വുളൂഎടുക്കുന്ന സമയത്ത് കയ്യിന്റെ വിരൽ തിക്കകറ്റാൻ വിട്ടുപോയി, മറന്നുപോയി. കുറച്ച് കഴിയുമ്പോ ബഹുമാനപ്പെട്ടവർ കേൾക്കുകയാണ് ഒരു ശബ്ദം, യാ അജൽ തദ്ദഈ മഹബ്ബത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വതകൂന മിൻ ഉമ്മത്തിഹി വതതുർക മിൻ സുന്നതിഹി. ഓ അജലുസ്റാ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് വാദിക്കുകയും അതേ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ടതിൽ അഭിമാനം കൊള്ളുകയും എന്നിട്ട് നിങ്ങൾ അതാ വുളൂഎടുക്കുന്ന സമയത്ത് ഒരു സുന്നത്തിനെ കൈയൊഴിക്കുകയുമാണോ? സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ കിടക്കുകയാണെങ്കിലും അവിടുത്തെ ഉമ്മത്തിന്റെ ചലനങ്ങളൊക്കെ അവിടുന്ന് വീക്ഷിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അതല്ലേ അവിടുന്ന് പറഞ്ഞത്, ഹയാത്തി ഖൈറുൽ ലക്കും മമാത്തി ഖൈറുൽ ലക്കും. എന്റെ ഹയാത്ത് നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് ഖബറിൽ വെളിവാക്കപ്പെടും. ഞാൻ ഖബറിൽ നിന്ന് എന്റെ ഉമ്മത്തിന്റെ വിവരങ്ങൾ അറിയും. ഇദാ വജത്തു ഖൈറൻ ഹമിദുല്ലാഹ, ഖൈറായ കാര്യം നിങ്ങൾ ചെയ്തത് ഞാൻ കണ്ടാൽ ഞാൻ അൽഹംദുലില്ലാ പറയും. വഇദാ വജത്തു സൂഅൻ ഇസ്തഗ്ഫർതു ലക്കും, നിങ്ങൾ മോശമായത് ചെയ്തത് ഞാൻ അറിഞ്ഞാൽ എന്റെ ഉമ്മത്താകുന്ന നിങ്ങളെ പാപം പുറത്തു തരാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും. ജനങ്ങളെ, വഫാത്തിന്റെ ശേഷവും അവിടുന്ന് ചെയ്യുന്നത് സാധുക്കളായ നമ്മക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയാണ്. അതേ ഏറ്റവും റഹ്മത്ത് ചെയ്യുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടുത്തെ പരമ്പരയിലുള്ള ഒരു പണ്ഡിതൻ സുന്നത്ത് കൈയൊഴിച്ചു പോയത് അവിടുന്ന് ഖബറിൽ അറിയുകയാണ്, ഇടപെടുകയാണ്. എന്തേ നിങ്ങൾ സുന്നത്ത് ഉപേക്ഷിച്ചത്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, പിന്നീട് മരണം വരെ ഒരു സുന്നത്തും ഒഴിക്കാതെ വുളൂഎടുക്കാൻ ശ്രമിക്കലാണ്. സുന്നത്ത് എടുത്തില്ലെങ്കിലും ഞാൻ നിങ്ങളോട് പറയട്ടെ, സുന്നത്ത് പരമാവധി എടുക്കണം. സുന്നത്ത് പരമാവധി എടുക്കണം. ചെറുപ്പക്കാര് സുന്നത്ത് നിസ്കരിക്കണം. നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റും ദുആയും കൊണ്ടുവരണം. വുളുവിന്റെ ശേഷമുള്ള സുന്നത്തായ ദുആ കൊണ്ടുവരാൻ ശ്രമിക്കണം. സുന്നത്തായ നോമ്പെടുക്കണം. തലമറക്കണം. ഇപ്പോഴും നിസ്കരിക്കുമ്പോൾ തലമറക്കാത്ത മനുഷ്യന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നത്, താടി വളർത്തണം.
അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത. അസ്സലാമു അലൈക്കും അയ്യുഹൻ നബിയൂന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് പറയുമ്പോൾ അവിടുന്ന് നമ്മളെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ നോക്കാൻ പറ്റുന്ന കോലത്തിലാണ്ടേ നമ്മളെ മുഖം. താടി വളർത്തണം, പക്ഷെ താടി ഉള്ളത് കൊണ്ട് മാത്രം ഒരാൾ രക്ഷപ്പെടൂല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ പിന്നെ സിഖുകാരൊക്കെ സ്വർഗത്ത് കിടക്കേണ്ടി വരും. നമ്മളെ പ്രധാനമന്ത്രിയൊക്കെ മുന്നിലുണ്ടാവും. അതുകൊണ്ട് മാത്രം രക്ഷപ്പെടൂല. മനസ്സ് നന്നാകണം. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ എടുക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് വലിയ താല്പര്യമാണ്, സന്തോഷമാണ്. അൽഹംദുലില്ലാഹ് പറയുകയാണ്. സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെച്ചവർക്ക് പല ഖിദ്മത്തും ചെയ്യാൻ അള്ളാഹു അവസരം കൊടുത്തേക്കും. അങ്ങനെ ധാരാളം അവസരങ്ങൾ ലഭിച്ചവരുണ്ട്. അവരുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടുകയും ചെയ്തേക്കും. അതല്ലേ നിങ്ങൾ കണ്ടില്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു നോമ്പുള്ള സമയത്ത് ഭാര്യയെ പിടിച്ച് ചുംബിച്ചുപോയി. നോമ്പിന് ഭാര്യയെ ചുംബിച്ചാ നോമ്പ് മുറിയുമോ? മുറിയില്ല. പക്ഷേ ചുംബിക്കാതിരിക്കലാണ് വേണ്ടത്. ചുംബിക്കൽ കറാഹത്താണ്. അങ്ങനെ ചുംബിക്കുന്ന സമയത്ത് മറയില്ലാതെ ചുംബിച്ചിട്ട് സ്ഖലനമുണ്ടായെങ്കിൽ അപ്പൊ തന്നെ നോമ്പ് ബാത്തിലുമാണ്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ചുംബിച്ചിട്ട് സ്ഖലനമുണ്ടായിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു നോമ്പിന് ഭാര്യയെ ഒന്ന് ചുംബിച്ചു പോയി. അന്നത്തെ ദിവസം തന്നെ ഉമർ റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നു. അള്ളാഹുവിന്റെ റസൂല് വല്ലാത്ത ഗൗരവം കാണിക്കുന്നു. ഭയങ്കര കടുപ്പത്തിൽ ഗൗരവത്തിലാണ് നൃത്തം. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്താ നബിയെ എന്നോട്? ഉമറേ, നിങ്ങൾ നോമ്പോടുകൂടി ഭാര്യയെ ചുംബിച്ചില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉമർ, എന്റെ പേര് കേട്ടാൽ ആവേശം കൊള്ളുന്ന ഉമർ, എന്നെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അവമതിച്ചാൽ വാള് വലിക്കുന്ന ഉമർ, ആ ഉമർ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നു. ഖബറിൽ വെച്ചും നിർദ്ദേശം കൊടുക്കുന്നു. മുസ്ലിമീങ്ങളെ, അവിടുന്ന് വഫാത്തിന് ശേഷവും വഫാത്തിന് മുമ്പും അവിടുന്ന് ഹയാത്തിൽ തന്നെ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തുന്നു. ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവമതിക്കുകയും നിസ്സാരപ്പെടുത്തുകയും ചെയ്യുന്ന ഈ കാലം, ഈ ലോകം, സുബ്ഹാനല്ലാഹ്, നാളെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പാടലും ദിക്ർ ചൊല്ലലും ദുആ നടത്തലുമാണ്. നാളെ മഗ്രിബിന് തന്നെ ദിക്ർ ഹൽക്ക തുടങ്ങും. ഇശാ നിസ്കാരം ഏകദേശം കഴിയുമ്പോഴേക്ക് ദിക്ർ ഹൽക്ക കഴിഞ്ഞ് ദുആ നടത്തും. പിന്നെ നമുക്ക് ബുർദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പാരായണം, ബഹുമാനപ്പെട്ട ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ബുർദ ബൈത്ത് ആനന്ദകരമായ നിലയ്ക്ക് ചൊല്ലുന്ന പണ്ഡിതന്മാർ വന്ന് നമുക്ക് ബുർദ ബൈത്ത് ചൊല്ലലാണ്. അതിനൊക്കെ നിങ്ങൾ നേരത്തെ എത്തണം. അതുകൊണ്ട് ഇന്ന് നീട്ടുന്നില്ല. ഇവിടെ മരിച്ചുപോയ ഉപ്പാന്റെ പേരിൽ ഒരാൾ 2 സെന്റ്, തൈയുള്ളതിൽ ആയിഷാജുമ്മ മരിച്ചുപോയ ഭർത്താവിന് വേണ്ടി 1 സെന്റ്. അള്ളാഹുവെ, മരിച്ചുപോയവരുടെ ഒക്കെ ഖബറിന് നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അവർക്കും സദഖ വാഗ്ദത്തം ചെയ്തവർക്കും നീ സ്വർഗത്തിൽ സ്ഥലം നൽകണം റഹ്മാനെ. ഞങ്ങൾക്കും നൽകണം റഹ്മാനെ. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂൽ ഖബറിൽ ജീവിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു. അതുകൊണ്ടായിരുന്നല്ലോ ഹിജ്റ 588 ജനിച്ച് 651 വഫാത്തായ വലിയൊരു രാജാവായിരുന്നു നൂറുദ്ദീൻ ഷഹീദ് എന്ന് പറയുന്ന രാജാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ സ്നേഹമുള്ള മഹാനായിരുന്നു. അദ്ദേഹത്തിനൊരു വലിയ സേവനം ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ ഖബറിൽ നിന്ന് നിർദ്ദേശം കൊടുത്തു. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്താം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്നവരൊക്കെ അടുത്തോട്ട് വരണം. സഹോദരന്മാരെ, എന്താണ് ആ രാജാവ്? തഹജ്ജുദ് നിസ്കരിക്കുന്ന രാജാവാണ്, വലിയ പ്രമുഖനാണ്. ബഹുമാനപ്പെട്ട ഇമാം സുംഹൂദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ വഫാഉൽ വഫയിൽ രേഖപ്പെടുത്തിയത് കാണാം. രാത്രി സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഒന്നങ്ങ് മയങ്ങിപ്പോയി രാജാവ്. ആ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു,
അൻജിദിനി മിൻ ഹാദൈനി. ഓ നൂറുദ്ദീൻ ഷഹീദ് രാജാവേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ, ഈ രണ്ടാളുകളെ അക്രമത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാജാവിനോട് നിർദ്ദേശം നൽകുന്നു, എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തണം. സുബ്ഹാനല്ലാഹ്. ഈ രാജാവ് രണ്ടാളെ കാണിച്ചു കൊടുത്തു. പെട്ടെന്ന് ഉറക്ക് തെളിഞ്ഞുപോയി. ഒതുവെടുത്ത് നിസ്കരിച്ച് വീണ്ടും കിടന്നു. അപ്പോഴും അതേ സ്വപ്നം. രണ്ടാളെ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, ഇവരിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം. സുബ്ഹാനല്ലാഹ്. ഈ രാജാവിന് നല്ല ഒരു സാലിഹായ ഒരു മന്ത്രിയുണ്ട്, ജമാലുദ്ദീനുൽ മൂസരി എന്ന് പറഞ്ഞ മന്ത്രി. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു, പാതിരക്ക് തന്നെ ആളെ പറഞ്ഞയച്ചു. മന്ത്രിയെ വിളിപ്പിച്ചു, കണ്ട സ്വപ്നത്തിന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. പറഞ്ഞപ്പോ മന്ത്രി പറഞ്ഞു, രാജാവേ, ഒരു മിനിറ്റും ഇനി ഇവിടെ നമുക്ക് താമസിച്ചുകൂടാ, ഉടനെ മദീനയിലേക്ക് പുറപ്പെടണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്ത് ഖിദ്മത്താണ് വേണ്ടത്? അവിടുത്തേക്ക് ആരാണ് അവിടുത്തെ ശല്യം ചെയ്യുന്നത്? അത് പോയി കണ്ടിട്ട് വേണ്ട സേവനം ചെയ്യാൻ ഉടനെ പുറപ്പെടണം. ഉടനെ തന്നെ അതാ രാജാവ് പ്രഖ്യാപിച്ചു പോയി. മദീനയിലേക്ക് പുറപ്പെടാൻ വലിയ സന്നാഹമൊരുക്കി മദീനയിലേക്ക് പുറപ്പെട്ടു. പക്ഷേ മന്ത്രി പറഞ്ഞു, നിങ്ങൾ കണ്ട സ്വപ്നം ലോകത്തൊരാളോടും പറയരുത്. അന്ന് തന്നെ ഒരുങ്ങി 20ഓളം ആളുകളെയും കൂട്ടി, മന്ത്രിയെയും കൂട്ടിയിട്ട് മദീനയിലേക്ക് വലിയ സമ്പത്തുമായി അങ്ങ് ചെന്നു. 16 ദിവസം കൊണ്ടാണ് മദീനയിൽ രാജാവ് എത്തിയത്. അന്നത്തെ കാലമാണല്ലോ, ഇന്നത്തെ പോലെ പ്ലെയിനൊന്നുമില്ലല്ലോ. അവിടെ ചെന്ന് മദീനയുടെ പുറത്തു വെച്ചൊന്ന് കുളിച്ചു. കാരണം അള്ളാഹുവിന്റെ റസൂല് കിടക്കുന്ന നാട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ്. അവിടുന്ന് കിടക്കുന്നു എന്നതാണ് ആ നാട്ടിന്റെ മഹത്വം. കുളിച്ചു നല്ല വസ്ത്രം ധരിച്ചു, ആ മദീനയിലേക്ക് കടന്നു. റൗളയിൽ ചെന്ന് മാബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ വീടിന്റെയും എന്റെ ഖബറിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടക്കുള്ള സ്ഥലം സ്വർഗത്തോട്ടമാണെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ സ്ഥലത്ത് ചെന്നുകൊണ്ട് നിസ്കാരം നിർവഹിച്ചു. ഇപ്പുറത്തേക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറം സിയാറത്ത് ചെയ്തു. സിയാറത്ത് ചെയ്തിട്ട് എന്താ നബിയെ ചെയ്യേണ്ടത്, അവിടുത്തേക്ക് എന്ത് സേവനമാ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയാതെ അവിടെ ഇങ്ങനെ ഇരുന്നു മദീനത്തെ പള്ളിയിലിരുന്നു. ഉടനെ തന്നെ മന്ത്രി പറഞ്ഞു, രാജാവ് വരൂ, പള്ളിയിൽ എല്ലാവരും വന്നിട്ടുണ്ട്, നമുക്ക് പള്ളിയിൽ പോയിട്ട് പരിപാടി തുടങ്ങാം. അങ്ങനെ മദീനത്തെ പള്ളിയിലേക്ക് വന്ന് ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ ഷഹീദ് റളിയല്ലാഹു അൻഹു മന്ത്രിയും വന്നവിടെ നിന്നുകൊണ്ട് മന്ത്രി പ്രഖ്യാപിച്ചു, ജനങ്ങളോട് മുഴുവനും പള്ളിയിൽ വന്നവരോട് പറഞ്ഞു, രാജാവ് മദീനയിൽ സിയാറത്തിന് വന്നതാണ്. രാജാവിനൊരു പരിപാടി ഉണ്ട്. അതെന്താണ്? രാജാവിന് എല്ലാവർക്കും ധർമ്മം ചെയ്യണമെന്ന് പരിപാടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടുകാർക്കൊക്കെ ധർമ്മം ചെയ്യാൻ പരിപാടിയുണ്ട്. അതുകൊണ്ട് നിങ്ങളെടുത്ത് ആരൊക്കെയാണ് ഇവിടെ നാട്ടിലുള്ളത് എല്ലാവരും ലീസ്റ്റ് തരണം. നമ്മളുണ്ടല്ലോ ആണ്ടിന്റെ ചോറിന് ലീസ്റ്റ് ഉണ്ടാക്കരുത്, അതുപോലെ ലീസ്റ്റ് തരണം. അപ്പോ എല്ലാ ആളുകളുടെയും പേര് അവർ എഴുതി കൊടുത്തു. എല്ലാവരോടും പള്ളിയിലേക്ക് വരാൻ വേണ്ടി രാജാവ് ആജ്ഞാപിച്ചു. അങ്ങനെ വന്നു. അങ്ങനെ വന്നപ്പോ രാജാവിനോട് മന്ത്രി പറഞ്ഞു, ആര് വന്നാലും നിങ്ങൾ ശരിക്ക് ധർമ്മം കൊടുത്തോളൂ, പക്ഷെ മുഖത്ത് ശരിക്ക് നോക്കണം. അള്ളാഹുവിന്റെ റസൂല് 2 ആളെ ചൂണ്ടിക്കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക്? ആ ആളുണ്ടോ എന്ന് നോക്കണം ഈ കൂട്ടത്തിൽ. അങ്ങനെ വന്നു, എല്ലാവരും വന്നു. വന്നവർക്കൊക്കെ രാജാവ് ധർമ്മം കൊടുത്തു. എല്ലാരെ മുഖവും നോക്കിയിട്ട് ആ കാണിച്ചു കൊടുത്ത 2 ആളെയും കാണുന്നില്ല. രാജാവ് ചോദിച്ചു, ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ നിങ്ങളെ നാട്ടിൽ വരാതെ സംഭാവന വാങ്ങാതെ ആരെങ്കിലും ബാക്കിയുണ്ടോ? അപ്പോഴ് ഇല്ലാതെ. അല്ല, ഒന്നുകൂടി നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആരെങ്കിലും ഉണ്ടോ? അപ്പൊ മദീനത്തുള്ള ആളുകൾ പറഞ്ഞു, ആ പാശ്ചാത്യൻ ഭാഗത്ത് നിന്ന് വന്ന 2 ആളുകളുണ്ട്, അവർ ഈ സദസ്സിന് വന്നിട്ടില്ല. കാരണം അവരൊരാളോടും ധർമ്മം വാങ്ങൂല. അവർ അധ്വാനിച്ച് ഉണ്ടാക്കിയത് മറ്റുള്ളവർക്ക് ധർമ്മം ചെയ്യല്ലാതെ
ഒരാളോടും ധർമ്മം വാങ്ങൂല. അങ്ങനത്തെ നല്ല മനുഷ്യന്മാരാണ്, സാലിഹീങ്ങളാണ്, വനിയാനി നല്ല ഐശ്വര്യമുള്ളവരാണ്, യുക്സിറാനി സദഖത അലൽ മഹാവീജി ആവശ്യമുള്ളവർക്കെല്ലാം ധാരാളം ധർമ്മം കൊടുക്കുന്നവരാണ്. അങ്ങനെ മദീനയിൽ അവർ വന്നപ്പോ ഞങ്ങൾക്കൊക്കെ ധർമ്മം തരുവാന്നില്ല, അതൊരൊറ്റ കൂട്ടിനോട് അവരൊന്നും വാങ്ങൂല, നല്ല മനുഷ്യന്മാരാണ്. രാജാവ് പറഞ്ഞു, നിങ്ങൾ അവർ രണ്ടാളെയും കൂട്ടിക്കൊണ്ടിരി. കൂട്ടിക്കൊണ്ടുവന്നു. ഇവര് എത്രയോ നല്ല സാലിഹീങ്ങളാണ് എന്നാ ജനങ്ങൾ പറയുന്നത്. വന്നിങ്ങ് കയറുമ്പോ തന്നെ രാജാവ് മുഖത്ത് നോക്കുമ്പോ അള്ളാന്റെ റസൂല് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത രണ്ടാളി ഇത് തന്നെയാണ്. മുഖം കാണുമ്പോ തന്നെ മനസ്സിലായി ഇവര് തന്നെയാണ്. രാജാവ് ചോദിച്ചു, നിങ്ങൾ എവിടുത്തുകാരാ? ഞങ്ങൾ പാശ്ചാത്യൻ രാജ്യത്തുള്ളവരാണ്. നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയത്? ഞങ്ങൾ ഹജ്ജിന് വന്നതാണ് രാജാവേ. പിന്നെന്താ ഇവിടെ തന്നെ കൂടിയത്? ഞങ്ങൾ മനസ്സിലാക്കി ഒരു കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്ക തന്നെ കൂടാന്ന് നമ്മൾ മനസ്സിലാക്കി. റസൂലുള്ളാഹിന്റെ അടുക്ക തന്നെ കൂടാ, അത് വലിയ ബഹുമാനല്ലേ എന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഇവിടെ കൂടാണ്. രാജാവ് പറഞ്ഞു, നിങ്ങൾ എന്നോട് നേര് പറയൂ, നിങ്ങൾ എന്നോട് നേര് പറയൂ, നിങ്ങൾ എന്നോട് സത്യം പറയൂ, നിങ്ങളെ വീട് എവിടെയാ? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളെ വീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറവ് ചെയ്യപ്പെട്ട ഹുജറത്തു ശരീഫിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു റൂമാണ്. എന്നാ വരൂ. രാജാവ് അവരെയും കൂട്ടി മന്ത്രിയും കൂടി അങ്ങനെ വീട്ടിലേക്ക് അങ്ങ് ചെന്നു. വീട്ടിൽ ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരുപാട് പണം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവര്. എന്തിനു? സാധുക്കൾക്ക് ധർമ്മം ചെയ്യാൻ. പിന്നെയോ ഖുർആൻ ഓതാൻ വേണ്ടി ഖുർആനും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ദുന്യാവിനെ ഒരു നിലക്കും സ്നേഹിക്കാൻ പാടില്ല, ആഖിറത്തിന് വേണ്ടി തന്നെ ജീവിച്ച് മരിക്കണം എന്ന് പഠിപ്പിക്കുന്ന കുറെ കിതാബുകളും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവര്. വേറെ ഒന്നും കാണുന്നില്ല, നല്ല ലക്ഷണം മാത്രമേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നാട്ടുകാര് പറഞ്ഞു, രാജാവേ, നിങ്ങൾ ഒരിക്കലും അവരെ രണ്ടാളെയും തെറ്റിദ്ധരിക്കണ്ട. കാരണം ഇത്ര നല്ല മനുഷ്യന്മാര് ഇന്നഹുമാ സായിമാനി ദഹ്റ, എപ്പോഴും അവർക്ക് സുന്നത്ത് നോമ്പാ, മുലാസിമാന് സലവാത്ത് ഫി റൗളത്തി ശരീഫ, നിസ്കരിക്കാൻ വളരെ നേരത്തെ വന്നിട്ട് റൗളാ ശരീഫ് എന്ന് തന്നെ നിസ്കരിക്കുക. എപ്പോഴും സിയാറത്ത് ചെയ്യും റസൂലുള്ളാഹിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഖീയിൽ പോയിട്ടും സിയാറത്ത് ചെയ്യും, ഓരോ വഖത്തിനും രാവിലെയും വൈകുന്നേരവും സിയാറത്ത് ചെയ്യും. ഖുബായിൽ പോയിട്ടും ശനിയാഴ്ച സിയാറത്ത് ചെയ്യും. ഒരൊറ്റ മനുഷ്യനായ അവരോടൊന്നും ചോദിച്ചാല് മടക്കൂല. എത്രത്തോളം ബിഹൈസു സദ്ദ ഖല്ലത അഹ്ലിൽ മദീനത്തി ഫി ഹാദൽ ആമിൽ മുജ്ദിം, വളരെ 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 ക്ഷാമമുള്ള ഒന്നും കിട്ടാത്ത ഈ കൊല്ലം ഇവരിവിടെ എത്തിയപ്പോ മദീനക്കാർക്ക് ഒരു പട്ടിണിയുമില്ല രാജാവേ. അങ്ങനെ കൊടുക്കുന്ന മനുഷ്യന്മാരാണ്. രാജാവ് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്. ഒന്നും പറഞ്ഞില്ലേ, എന്താണ് ഒക്കെ കേട്ട് രാജാവ് സുബ്ഹാനല്ലാഹ് എന്നും പറഞ്ഞ് രാജാവ് ഇങ്ങനെ റൂമിൽ കൂടി ഒറ്റ കറക്കങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ റൂമിന്ന് ഒരു പായ, ആ പായ രാജാവ് പിടിച്ചു കെട്ട് പൊക്കി. പൊക്കി നോക്കുമ്പോ താഴോട്ടൊരു വലിയ ഗുഹ. ഇവരുടെ റൂമില് ഒരു വലിയ ഗുഹ, താഴോട്ട് ഒരു ഗുഹ. അപ്പൊ രാജാവ് പറഞ്ഞ ഒരാളോട് ഇറങ്ങി നോക്കുമ്പോൾ ഈ ഗുഹ അതാ ഇങ്ങനെ പോയിട്ട് എത്തുന്നത് എവിടെയാണ്? മദീനയിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം മറവ് ചെയ്യപ്പെട്ട ഖബറിലേക്കാണ് ഈ ഗുഹ. ഇവര് സുബ്ഹാനല്ലാഹ് പാശ്ചാത്യര് അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരം കട്ടുകൊണ്ടുവരാൻ വേണ്ടി നിശ്ചയിച്ച ജനങ്ങളാണ് കേട്ടോ. അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരം കട്ടുകൊണ്ടുവരണം എന്ന നിലക്ക് പറഞ്ഞേച്ചതാണ് യൂറോപ്യന്മാര്, പാശ്ചാത്യന്മാര് പറഞ്ഞേച്ചതാണ്. അതിനെത്ര പണവും ചെലവഴിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ട് നന്നായിട്ട് ഇൽമും പഠിപ്പിച്ച് കിതാബും കൊടുത്ത് ഖുർആനും കൊടുത്ത് പണവും കൊടുത്ത് അയച്ചതാണ്. സുബ്ഹാനല്ലാഹ്. ഇതിങ്ങ് കണ്ടപ്പോ മനുഷ്യന്മാർക്കൊക്കെ ബേജാറ് തുടങ്ങി. രാജാവ് രണ്ടാളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നന്നായങ്ങ് അടിച്ചു. എന്നിട്ട് പറഞ്ഞു, പറയടാ, സത്യം പറയടാ. അപ്പോഴാ പറയുന്നത്, ഞങ്ങൾ നസ്രാനികളാണ് രാജാവേ. ഞങ്ങളെ അതാ പാശ്ചാത്യൻ രൂപത്തിൽ നസ്രാനികൾ പറഞ്ഞേച്ചതാണ്. സ്വത്ത് മുഴുവനും നസ്രാനികൾ തന്നതാണ്. ഞങ്ങളെ ഉദ്ദേശം, ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഇവിടെ വന്ന് കൂടിയിട്ട് നാട്ടുകാരെ മുഴുവനും പണം കൊടുത്ത് വശീകരിച്ച് അതിന്റെ ഇടയ്ക്ക് രാത്രി സമയത്ത്
ഇവിടെ കുഴിച്ച് ഞങ്ങൾ കുഴിക്കുമ്പോ ആളുകൾ അറിയൂലേ, ഇപ്പൊ രാത്രി സമയത്താ ഞങ്ങൾ കുഴിച്ചിട്ട് ഉള്ള മണ്ണ് അത് ഇവിടെ ഒന്നും ഇടൂല, ഞങ്ങൾ മെല്ലെ ഒരു ബാഗിലാക്കിയിട്ട് പുതിയ കബർ കുഴിച്ച സ്ഥലം ഉണ്ടാവും, ആ കബറിന്റെ മുകളിൽ കൊണ്ടുപോയിട്ടേക്കും. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവൂല. അങ്ങനെ ഞങ്ങൾ കുഴിച്ചു കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത രണ്ടാളുകൾ തന്നെ. ബഹുമാനപ്പെട്ട ആ രാജാവ് ഇവരോട് പറയാണ്, ഇങ്ങനെ നിങ്ങൾ മണ്ണ് കുഴിച്ചിപ്പെന്തായി? ഞങ്ങൾ പറയാം, ഞങ്ങൾ മണ്ണ് കുഴിച്ച് അങ്ങനെ അവിടുത്തെ ശരീരത്തിന്റെ സമീപത്ത് എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് വല്ലാത്തൊരു ഇടിമുഴക്കം, വലിയ മിന്നല്. ഞങ്ങൾ പേടിച്ചു പോയി. പർവ്വതങ്ങളൊക്കെ ഇപ്പൊ അതാ പൊട്ടിപ്പിളരുമെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോഴേക്കാണ് നിങ്ങൾ വിളിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഞങ്ങളെ വിളിക്കാൻ ആളെ പറഞ്ഞേച്ചത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ അടുക്കലേക്ക് അവർ എത്തുന്നതിന്റെ കുറച്ച് മുമ്പ് ആക്രമികളിൽ നിന്ന്, വഞ്ചന നടത്തുന്നവരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നൂറുദ്ദീൻ ഷഹീദ് രാജാവിന് അദ്ദേഹം യാത്ര ചെയ്ത് എത്തേണ്ട സമയവും കൂടി കണക്കാക്കി അല്ലാഹുവിന്റെ റസൂല് നിർദ്ദേശം കൊടുത്തതാണല്ലോ. രാജാവിന്റെ മുമ്പിൽ വെച്ച് ഇവര് മുഴുവൻ സംഗതികളും അങ്ങ് സമ്മതിച്ചു. ഞങ്ങൾ അതാ ഈ നബിയുടെ ശരീരം കട്ടെടുക്കാൻ വന്നവരാണ്. ഞങ്ങൾ അവിടെ ശരീരത്തിന്റെ അടുത്തെത്തിയപ്പോഴാ ഇടിയും മിന്നുമൊക്കെ വന്നത്. അപ്പോഴേക്ക് പിന്നെ നിങ്ങൾ വിളിക്കുന്നു എന്നുള്ള വിവരമാ കിട്ടിയത്. ഞങ്ങൾ നിങ്ങളെ സമീപത്തേക്ക് വന്നതാണ്. രാജാവ് ഉടനെ തന്നെ ഇവര് രണ്ടാളെയും തലവെട്ടാൻ വേണ്ടി ഓർഡർ ചെയ്തു. അതേ സമയത്ത് രാജാവ് അവിടെ ഇരുന്ന് കുറെ സമയം പൊട്ടിക്കരഞ്ഞു. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം തട്ടിക്കൊണ്ടുപോകാൻ എന്റെ ഭരണകാലത്ത് 2 ശത്രുക്കൾ ശ്രമിച്ചപ്പോൾ ഈ ഭരണാധികാരിയായ ഞാൻ അല്ലാഹുവിന്റെ അടുക്കലും റസൂലുള്ളാഹിന്റെ അടുക്കലും എന്റെ ഭരണത്തിന് കീഴിൽ ശ്രദ്ധയുണ്ടായില്ല എന്ന നിലക്ക് ചോദ്യം ചെയ്യപ്പെടുന്നതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് ഈ 2 ആളുകളെയും സ്വപ്നത്തിൽ ചൂണ്ടിക്കാണിച്ചു തന്നിട്ട് എനിക്ക് വിവരം പറഞ്ഞു തന്ന ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് കാണിച്ച റഹ്മത്തല്ലേ. എനിക്കവരെ ചൂണ്ടിക്കാണിച്ചു തന്നത് എനിക്കവരെ തടുക്കാനും അവരെ വധിക്കാനും അവസരം തന്നതിലുള്ള സന്തോഷം കൊണ്ട് രാജാവ് പൊട്ടിക്കരഞ്ഞു പോയി. ഉടനെ തന്നെ ഓർഡർ ചെയ്തു, ജനങ്ങളെ ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂലിനെ മറവ് ചെയ്യപ്പെട്ട ഈ ഖബർ അതിന്റെ 4 ഭാഗവും വളരെ താഴ്ത്തി നിങ്ങൾ കുഴിക്കണം. വളരെ താഴ്ത്തി വലിയ കിടങ്ങ് കുഴിക്കുന്നത് പോലെ കുഴിച്ചു. അങ്ങനെ കുഴിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട രാജാവ് അതാ ആവശ്യപ്പെടുന്നു, നല്ല ഈയം, നല്ല ചെമ്പ്, ഈയം, പിത്തള തുടങ്ങിയ സാധനങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ വലിയ കനമുള്ള നല്ല ഈയം കൊണ്ടുവന്ന് ആ ഖബർ ഷരീഫിന്റെ 4 ഭാഗത്തും വളരെ താഴ്ത്തി കിടങ്ങ് കുഴിച്ചിട്ട് 4 ഭാഗത്തും ഈയം ഉരുക്കി പാർന്നുകൊണ്ട്, ഈയം ഉരുക്കി ഒഴിച്ചുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ആ ശരീരം ഒരു മനുഷ്യനും കുഴിച്ചിട്ട് അവിടെ എത്താൻ കഴിയാത്ത വിധം, ആരെവിടുന്ന് കുഴിച്ചാലും അവിടുത്തെ ശരീരം കിട്ടാത്ത വിധം 4 ഭാഗവും കുഴിച്ച് ഈയം കൊണ്ട് മുഴുവനും മൂടിക്കളഞ്ഞു. സഹോദരന്മാര് മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ ഷഹീദ് രാജാവ് അതാ മദീനയിൽ എത്തിച്ചേർന്നത് അതാ ഹിജ്റ 557 കൊല്ലമാണെന്ന് പണ്ഡിതന്മാര് പറയുന്നു. സഹോദരന്മാരെ, എപ്പോഴും അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുകയാണ്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുകയാണെന്ന വസ്തുത ഇവിടെ നസ്രാനികളടക്കം മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ടാണ് അവർ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നത്. എന്നാൽ അല്ലാഹുവിന്റെ സംരക്ഷണം, വല്ലാഹു യഹ്സിബുക മിനന്നാസ്, അല്ലാഹ് തങ്ങളെ സംരക്ഷിക്കുമെന്ന് അല്ലാഹ് പറഞ്ഞതാണ്. അതിവിടെ നടക്കാൻ
നടക്കാതിരിക്കൂല. അതിവിടെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന തന്നെ നിർദ്ദേശം കൊടുത്തിവിടെ നടപ്പാക്കിയിരിക്കുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ സഹായിച്ചവരും ഉണ്ട്, അള്ളാന്റെ ദീന് സഹായിച്ചവരുമുണ്ട്. ഏത് ഖിദ്മത്ത് അവിടുത്തേക്ക് ചെയ്താലും അത് സഹായം തന്നെ. അങ്ങനെ 4 കാര്യം: ഒന്ന് അവിടുത്തോടുള്ള അവിടുത്തെ കൊണ്ടുള്ള വിശ്വാസം, മറ്റൊന്ന് അവിടുത്തോടുള്ള ബഹുമാനം, മറ്റൊന്ന് അവിടുത്തോടുള്ള സഹായം, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഖുർആൻ പിന്തുടർന്നുകൊണ്ടുള്ള ജീവിതം. അതേ ആ 4 കാര്യം ഒരാൾക്കുണ്ടെങ്കിൽ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. അല്ലാഹു പറയുന്നു, അല്ലാഹുവേ ആ 4 കാര്യങ്ങളും ഒത്തിണങ്ങിയ നിലയ്ക്ക് ജീവിച്ച് അവസാനം വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ.